വിളിക്കാറുണ്ട്. ഡോക്ടർ സാദിഖ്, 1987 ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അത്തരത്തിൽ 1900 അല്ലെങ്കിൽ 80കളിൽ ഇത്തരം ഇന്ന് കാണുന്നത് പോലെയുള്ള മതപ്രബോധനം അല്ലെങ്കിൽ മതതാരതമ്യ പഠനം സജീവമല്ലാത്ത ഒരു കാലമാണ്. എന്തായിരുന്നു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള നിങ്ങളുടെ പ്രചോദനം? എന്നെ സംബന്ധിച്ച് ഒരു പ്രബോധനത്തിന്റെ ഫലമായിട്ടല്ല, മറിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവനെ അറിയാനുള്ള ഒരു ആഗ്രഹവും വ്യഗ്രതയും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് ബഹുദൈവാരാധന നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് എന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം ഒന്നാണ്, ഏകനാണ് എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്നാൽ ഒരുപാട് ഫിലോസഫികൾ ഈ ബഹുദൈവാരാധന അത് ഏകദൈവമാണെന്ന് സ്ഥാപിക്കാൻ അവരുടെ ഇടയിലുണ്ട്. പക്ഷെ അതെന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏകദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ പലതരത്തിലുള്ള ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ചതുർവേദങ്ങളും അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാറും അതിൽ അന്വേഷണം നടത്താറുമുണ്ടായിരുന്നു. എന്റെ അന്വേഷണം അവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള സാഖ്യയോഗത്തിലുള്ള ചില അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, അർജുനന്റെ ചില ചോദ്യങ്ങൾക്ക് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ എന്ന് തുടങ്ങുന്ന ഒരു ഉത്തമ സ്വഭാവം ഗുണങ്ങളുള്ള ഒരു മനുഷ്യന്റെ പ്രകൃതങ്ങൾ എന്താണെന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന വിശദമായ ചില ഉത്തരങ്ങളുണ്ട്. അതിലൂടെ ആ സിഫത്തുകൾ, ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അന്നു മുതൽ എന്റെ പരിശ്രമം തുടങ്ങി. അതുപോലെ ആത്മാവിനെ പറ്റിയുള്ള നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങുന്ന റൂഹിനെ പറ്റിയുള്ള, ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൽ ധാരാളമായിട്ടുണ്ട്. ആത്മീയതയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു കഠിന പരിശ്രമത്തിലായിരുന്നു. അതുപോലെ ഉപനിഷത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന് ദൈവമായിട്ട് ഏറ്റവും അടുക്കാനുള്ള വഴി അത് ഒരു സർവസംഘ പരിത്യാഗമാണ്. ആ ഒരു പരിത്യാഗത്തിന്റെ മാർഗത്തിൽ കഠിനമായി തീവ്രമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിലായിരുന്നു. അതായത് ഭൗതികമായ യാതൊരു ആസ്വാദനങ്ങളും പാടില്ല, നല്ല രുചിപ്രദമായ ഭക്ഷണം കഴിക്കരുത്, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കരുത്, മുടി ചെയ്യരുത്, ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള കഠിനമായ ഒരു സന്യാസത്തിന്റെ പോലെയുള്ള ഒരു വഴിയിലായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തിനോട് ഞാൻ നിരന്തരം സംവദിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിനും കഠിനമായൊരു വഴി നിന്റെ തൃപ്തിക്ക് വേണ്ടി അനുധാവനം ചെയ്യാൻ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാനത് എടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പടച്ചവൻ എനിക്ക് നേരിട്ട് വഴി കാണിച്ചു തന്നത്. ഇതാണ് യഥാർത്ഥമായ വഴിയെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഈ രീതിയിൽ ഒരു മാറ്റം എനിക്ക് സാധ്യമായിരുന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലോ വാസ്തവത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തിരുന്ന ആ പരിത്യാഗത്തിനേക്കാൾ കൂടുതൽ എത്രയോ ലളിതമായതും ഭൗതിക ജീവിതത്തെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിലുള്ള കഠിനമായ കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വളരെ ലിബറൽ ഒരു ജീവിതമാണ് എനിക്ക് ഇസ്ലാം കാഴ്ചവെച്ചത്. പക്ഷെ അതിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വേണ്ടി വന്നു. അത് സഹിക്കേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. പിന്നെ ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ തീരുമാനം എന്തായിരുന്നുണ്ടെങ്കിൽ MBBS കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ളൊക്കെ ഉദ്ദേശമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വളരെ ഭൗതികമായ ഒരു എളുപ്പത്തിലേക്കാണ് എനിക്ക് ഈ ഇസ്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത്. അവിടെ ഒരു ചോദ്യമുണ്ട്. സാധാരണ ലിബറൽ എന്ന് പറഞ്ഞെടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയപ്പെടാറുള്ളത് അത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒന്നാണ്, ജീവിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. ഇവിടെ താങ്കൾ വളരെ വ്യത്യസ്തമായി പറയുന്നു, ഇസ്ലാം ഒരു ലിബറൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിശാലമായ ഒരു ലോകത്തേക്ക് വന്നതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന്. അത് വാസ്തവത്തിൽ മറ്റ് മതത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിന്റെ ആളുകൾ ആ മതത്തെ സ്വന്തം ജീവിതത്തേക്ക് പകർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അവർക്ക് അതിലുള്ള കാഠിന്യം മനസ്സിലാവാത്തത്. കാരണം ദൈവസാമീപ്യത്തിന് വേണ്ടി തന്നെ അർപ്പണം ചെയ്യണം, എല്ലാം പരിത്യജിക്കണമെന്ന് പറയുന്ന ഒരു നല്ല ഭക്ഷണം, ഒരു ടേസ്റ്റുള്ള ഭക്ഷണം പോലും കഴിക്കാതെ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു, അതിൽ തന്നെ രുചികരമായ ആസ്വാദ്യകരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിൽ ഏത് ഭക്ഷണവും അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ
പന്നിമാംസം ഒഴികെ ബാക്കി എല്ലാം മനുഷ്യന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വൈവാഹിക ജീവിതം അത് മനുഷ്യന് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഡീസന്റായിട്ട് നടക്കാം, ഇതെല്ലാം മനുഷ്യന് അനുവദിച്ചതാണ്. നേരെ മറിച്ച് പരിത്യാഗത്തിന്റെ മാർഗത്തിൽ ഇതൊന്നും പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഹിന്ദു സമുദായം ആ രീതിയിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി അന്വേഷിക്കാത്തത് കൊണ്ടും ആ രീതിയിൽ അവരുടെ മതത്തിനെ സ്വന്തം പഠിക്കാത്തത് കൊണ്ടും സ്വന്തം ജീവിതത്തെ അനുധാവനം ചെയ്യാത്തത് കൊണ്ടും അവർക്ക് അത് ലിബറലായിട്ട് തോന്നുകയാണ്. പക്ഷേ പടച്ചവൻ അനുവദിച്ചു എന്ന ലിബറലിസം വാസ്തവത്തിൽ ഇസ്ലാമിലാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സത്യം ഉൾക്കൊണ്ട് ഇതിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ വന്നിരുന്നു. ഞാൻ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ എന്റെ പഠനം ഇസ്ലാം എന്നല്ല അതിനു മുമ്പ് തന്നെയുള്ള എന്റെ വേദപഠനവും മറ്റും കാര്യങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എന്റെ ഉമ്മയുമായും അനുജത്തിമാരുമായിട്ടും വീട്ടിൽ മറ്റ് ബന്ധുക്കളുമായിട്ടൊക്കെ ഞാൻ അതാത് അവസരങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഈ ഇസ്ലാമിനെ പറ്റി ഞാൻ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ പിന്നാലെ അവരും ഈ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. എന്റെ ഉമ്മായും 2 അനിയത്തിമാരും പിന്നെ ബന്ധുക്കളിൽ നിന്ന് പല ആളുകളും സ്വീകരിക്കുകയുണ്ടായി. പിതാവ് അതിൽ നിന്ന് ഒഴിവായിരുന്നു. അദ്ദേഹത്തിന് പൊതുവായിട്ടൊരു ദൈവവിശ്വാസം തന്നെ ഇല്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വീട്ടിലുള്ളവർ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 3-4 വർഷങ്ങൾ ഈ രീതിയിൽ വിശ്വാസത്തിൽ തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് നാട്ടുകാരും പൊതുസമുദായവും അറിയുന്നത്. അവരറിഞ്ഞതോടുകൂടി അവർ സ്വന്തം വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി. വീട്ടുകാരെ നിർബന്ധിക്കാൻ തുടങ്ങി. എന്റെ പേരിൽ അവർ ഇല്ലാത്ത കേസുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയെ ഇടപെടിച്ചത് വഴി എന്നെ പിടിച്ച് തടവിലാക്കി. 5 മാസവും 13 ദിവസവും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിലുള്ള ഒരു വാർഡിൽ എന്നെ ഡിറ്റെയിൻ ചെയ്തു. അങ്ങനെ അവസാനം അതിനുശേഷം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാണ് എന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ എന്നെ വധിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. അതുപോലെ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, അതായത് 2 ഇലക്ട്രോഡുകൾ തലയുടെ സൈഡിൽ വെച്ചിട്ട് ഇലക്ട്രിക് കറണ്ട് തലച്ചോറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമാനായ മനുഷ്യനെ ബുദ്ധിയില്ലാത്തവനാക്കാൻ കഴിയും, ഭ്രാന്തില്ലാത്തവനെ ഭ്രാന്തുണ്ടാക്കാൻ കഴിയും, മന്ദബുദ്ധിയാക്കാൻ കഴിയും. അങ്ങനെ പലതും അവർക്ക് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് മാത്രം അത്തരം ചതികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. അവൻ എന്നെ സ്വതന്ത്രനാക്കി. അവരുടെ ഈ മറ്റ് സമൂഹത്തിന്റെ ഭീഷണി തന്നെ ഇതായിരുന്നു. ഒന്നുകിൽ തന്നെ ഞങ്ങൾ കൊന്നുകളയും, അല്ലെങ്കിൽ ആജീവനാന്തം സൈക്യാട്രിക് സെല്ലിൽ അടയ്ക്കപ്പെടും, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് നഷ്ടപ്പെടും. അപ്പൊ ഞാൻ അതിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്. അവന്റെ തീരുമാനം കൂടാതെ എനിക്ക് എന്റെ ഒരു രോമം ഇളക്കാൻ പോലും ഇവർക്ക് സാധ്യമല്ല. ഇവരുടെ കയ്യിൽ കൂടി എന്റെ മരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും പടച്ചവനല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എനിക്ക് സാധ്യമല്ല, കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു, ഇവരെന്ത് ചെയ്യുന്ന ചെയ്യട്ടെ, എന്റെ രക്ഷിതാവ്, എന്റെ റബ്ബ്, എന്റെ പടച്ചവൻ, അവൻ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ഒരു ഉറച്ച തീരുമാനമെടുത്തു. അതുപോലെ തന്നെ പടച്ചവന്റെ ഭാഗത്ത് എനിക്ക് അദൃശ്യമായ സഹായങ്ങളുണ്ടായി. ഭൗതികമായ സാഹചര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയ പല എവിഡൻസുകളും എനിക്കെതിരായി വന്നു എങ്കിലും ശരി, പടച്ചവൻ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെ എളുപ്പമായ രീതിയിൽ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. 1950 ജനുവരി 26 ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമായി പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമുള്ള രാജ്യം. ജാതി മതവർണ്ണ വ്യത്യാസമില്ലാതെ പൗരാവകാശം സംരക്ഷിക്കപ്പെടണമെന്ന് താൽപ്പര്യപ്പെടുന്ന ജനാധിപത്യ രാജ്യം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള അവകാശവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതപ്പെട്ടതാണ്. എന്നാൽ ചില ശക്തികൾ സമകാലിക പശ്ചാത്തലത്തിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മറയാക്കി പൗരന്റെ ഈ അവകാശത്തിനുമേൽ കൈകടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത്തരം ശ്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. മതപരിവർത്തനം നിയമാനുസൃതവും സ്വാഭാവികവുമാവുമ്പോൾ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൽ മാത്രം എന്ത് അസ്വാഭാവികതയാണുള്ളത്? ചോദ്യം എന്റേതല്ല. പാരമ്പര്യ വിശ്വാസങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ സ്വീകരിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങളുടേതാണ്. അവരോരോരുത്തരും പ്രഖ്യാപിക്കുന്നു, എൻ്റെ വിശ്വാസം എൻ്റെ അവകാശമാണെന്ന്. യെസ്, മൈ ഫെയ്ത്ത്, മൈ റൈറ്റ്. ലെറ്റ്സ് ഹാവ് എ റിയൽ ടോക്ക് വിത്ത് them. I welcome all of you with the Islamic greetings. Assalamu alaikum wa rahmatullahi wa barakatuh. നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയവർ
കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ സ്ഥിരം ക്ഷണിതാവുമായ അഡ്വക്കേറ്റ് PK ഇബ്രാഹിം, പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ അംഗവുമായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ അൽ ഖാസിമി, അന്തർദേശീയ തലത്തിൽ തന്നെ പ്രസിദ്ധനായ ഒപ്തോൾമോളജിസ്റ്റും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയുമായ ഡോക്ടർ മുഹമ്മദ് സാദിഖ്, 40 വർഷത്തോളം ക്രൈസ്തവ സന്യാസി ജീവിതം നയിക്കുകയും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത സിസ്റ്റർ ആസിയ, 15 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിനുശേഷം സജീവമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന മിസ്റ്റർ മുഹമ്മദ് ഈസ, അമിറ്റി പീസ് ഫൗണ്ടേഷന്റെ സ്ഥാപകൻ മിസ്റ്റർ സയ്യിദ് ഇബ്നു ജോർജ്. അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഹൈന്ദവ മതത്തിൽ ജനിക്കുകയും പിന്നീട് ആ മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതം സ്വീകരിക്കുകയും അതിനുശേഷം ഇസ്ലാം മതത്തിലേക്ക് 25 വർഷം മുമ്പ് കടന്നു വരികയും ഇപ്പോൾ സജീവമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന മിസ്റ്റർ അബ്ദുസ്സലാം, 9 വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതിനുശേഷം നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനായി മാറുകയും ചെയ്ത മിസ്റ്റർ സാജിദ്. കൂടാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ പ്രേക്ഷകരായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് വിവിധ മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന കുടുംബങ്ങളാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഷുക്കൂർ മൗലവി, മതം മാറ്റം യഥാർത്ഥത്തിൽ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് ഇടവരുന്ന ഒരു കാര്യമായിരിക്കെ ഈ സന്ദേശം, ഇസ്ലാമിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ടോ? ഇത് അനിവാര്യമാണോ? ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വരുമായിരുന്നു. അവർ സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുമായിരുന്നു. കുറേ ആളുകൾ അംഗീകരിക്കും, കുറേ ആളുകൾ നിഷേധിക്കും. അവസാനം പ്രവാചകന്മാരുടെ പരിശ്രമത്തിൻ്റെ പൂർത്തീകരണമെന്നോണം ഈ ലോകം മുഴുവനും ഒന്നായ സന്ദർഭത്തിൽ, ഈ മാനവരാശി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്ന സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയുണ്ടായി. പ്രവാചകന് 2 ദൗത്യമുണ്ടായിരുന്നു. ഒന്ന്, ഈ മഹത്തായ സന്ദേശം മാനവരാശിക്ക് എത്തിച്ചു കൊടുക്കൽ. മറുഭാഗത്ത് ഈ സന്ദേശം ലോകാവസാനം വരെയും നിലനിർത്താൻ പ്രബോധനം ചെയ്യാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കൽ. മഹാനായ പ്രവാചകൻ ഈ 2 കാര്യങ്ങളും പരിപൂർണമായി നിർവഹിക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് സത്യത്തിൻ്റെ സന്ദേശം സമ്പൂർണ്ണമായി ജനങ്ങൾക്ക് സമർപ്പിച്ചു. മറുഭാഗത്ത് ജനങ്ങളെ അതിന് ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ പര്യാപ്തമായ നിലയിൽ വാർത്തെടുക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നു. സൂറത്ത് ആലി ഇമ്രാൻ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മുഴുവൻ മാനവരാശിക്കും നന്മ ചെയ്യാൻ വിധിക്കപ്പെട്ട് അയക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ബാധ്യത നല്ല കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. വതൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കണം. ധാരാളം വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. മറുഭാഗത്ത് മഹാനായ പ്രവാചകനും ഈ കാര്യം സമുദായത്തെ ഉണർത്തുകയുണ്ടായി. മതം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവൻ ഉൾക്കൊണ്ട സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യതയായിരിക്കെ ഇന്ത്യൻ നിയമം അതിന് ആ മുസൽമാനെ അനുവദിക്കുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനെ അതിനുവേണ്ടി അവന് അനുവാദം നൽകുന്നുണ്ടോ? ഇന്ത്യയുടെ ഭരണഘടനയോട് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ഭാരതം എന്താണ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ കാണുന്നത്. ആ ആമുഖത്തിൽ പറയുന്ന ആ ഒരു മതനിരപേക്ഷ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ട മതസ്വാതന്ത്ര്യം, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള അതിൻ്റെ അവകാശം, അതെല്ലാം തന്നെ മറ്റു മൗലിക അവകാശങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഭരണഘടനയിൽ, ചാപ്റ്റർ 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ മൗലിക അവകാശത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 25(1) പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രമസമാധാനവും ധാർമ്മികതയും ഹെൽത്തും പൊതു ആരോഗ്യത്തിനും വിധേയമായിക്കൊണ്ട് എല്ലാ പൗരനും ഏതു മതവിശ്വാസം ഉൾക്കൊള്ളാനും അത് സ്വൈര്യം പ്രചരിപ്പിക്കാനും
അത് അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം വളരെ സുവ്യക്തമായിട്ട് തന്നിരിക്കുകയാണ്. അതൊരു മൗലിക അവകാശമായി തന്നിരിക്കുകയാണ്. എന്നാൽ ഈ മൗലിക അവകാശമായി കൊടുത്തിരിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലീജിയൻ്റെ സെക്കുലർ ആസ്പെക്ട്സുകളിൽ ചില റെസ്ട്രിക്ഷൻസ് വയ്ക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പബ്ലിക് മൊറാലിറ്റിക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു മതത്തിൽ ഒരു ഒരു നടപടിക്രമം ഉണ്ടെങ്കിൽ അതിനെ നിർത്താൻ സർക്കാരിൻ്റെ അധികാരമുണ്ട്. ആർട്ടിക്കിൾ 18 പറയുന്നത് എല്ലാ പൗരന്മാർക്കും ഏത് മതം സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും ഉള്ള അവകാശം ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, I mean, going even across the border of India, that right is being recognized. അപ്പോൾ ഇത് മതപരമായ ഒരു കടമയാണ്. നിയമം അത് അനുവദിക്കുകയും ചെയ്യുന്നു. പ്രബോധനം എന്നത് നിയമം അനുവദിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ മതസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരിലേക്കായി നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായി സയ്യിദ് ഇബ്നു ജോർജ്. ജോർജിന്റെ മകൻ സയ്യിദ്. ജോർജിന്റെ മകൻ എങ്ങനെ സയ്യിദായി? അസ്സലാമു അലൈക്കും. ഞാൻ മൂവാറ്റുപുഴ അടുത്തുള്ള സ്ഥലത്താണ് എൻ്റെ മാതാപിതാക്കൾ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ബാംഗ്ലൂർ ഹയർ എഡ്യൂക്കേഷന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അവിടെ ഞാനൊരു ബാച്ചിലറായിരുന്നപ്പോൾ എനിക്കിങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ പേടിക്കുകയും അപ്പോൾ എനിക്കൊരു സ്പിരിച്വൽ ടച്ച് വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ബൈബിളെടുത്ത് പിന്നെയും വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രായത്തിലാണ് ഞാൻ ശരിക്കും ഈ ദൈവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ യേശു എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എന്നെ വളരെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഫാദർ ഇങ്ങനെ യേശു പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? പ്രാർത്ഥിക്കുന്ന ഒരാളോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അത് ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന കാര്യം നീ അതുപോലെ വിശ്വസിക്കണം, അതിനപ്പുറത്തോട്ട് നീ ചോദിക്കാൻ പാടില്ല, തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഏകദൈവ വിശ്വാസമാണ്. അല്ല, ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വളരെ ഒരു ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള ഫെയ്ത്താണ് അവിടെയുള്ളത്. അപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈസ, അതായത് നിങ്ങളുടെ ജീസസ് ഞങ്ങളുടെ ഖുറാനിലുണ്ട്, നിങ്ങളുടെ എബ്രഹാം പ്രവാചകന് ഞങ്ങളുടെ ഖുറാനിലുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമും ക്രിസ്തുമതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നു മുസ്ലിങ്ങളുടെ ദൈവം ചന്ദ്രനാണെന്നും എല്ലാ പള്ളിയുടെ മുകളിൽ ചന്ദ്രനും എല്ലാ അഡ്വർടൈസ്മെന്റിലും ചന്ദ്രനും സ്റ്റാറും ഒക്കെയാണ് കാണുന്നത്, പിന്നെ പച്ച കളറും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ മതം അതായിരിക്കും. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എത്രയധികം സാമ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു, വരാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരൂ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടുപോയി. അപ്പോൾ ആ പള്ളിയിലിരുന്നൊരു ഖുറാൻ, പുറത്തിരുന്നൊരു ഖുറാൻ ഞാൻ എടുത്ത് വായിക്കുകയും അതിൻ്റെ ആളത്ത് ഈ യേശു പറഞ്ഞ കാര്യങ്ങൾ, ചാപ്റ്റർ 19 വേഴ്സ് 30, ചാപ്റ്റർ 5 116, അതൊക്കെ കൃത്യമായിട്ട് യേശു പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്താണ് യേശു അന്ന് എന്താണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം എൻ്റെ പള്ളിയിലെ അച്ഛൻ പറയാത്ത കാര്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഖുറാനാണ് തന്നത്. അപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ബൈബിളാണ് ഇസ്ലാം മതത്തിലോട്ട് കൊണ്ടുവന്നതെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബങ്ങളുമായുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ കുടുംബവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം എൻ്റെ കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നോ? എങ്ങനെയാണ്? ഇല്ല, എൻ്റെ കുടുംബം ഇസ്ലാം മതത്തിൽ ആരും സ്വീകരിച്ചിട്ടില്ല. അവരുടെ ബന്ധം അതേ പഴയ രീതിയിലുള്ള ബന്ധമാണ്. ഒരുപക്ഷെ എൻ്റെ പിതാവിന് എന്നോട് ഏറ്റവും കൂടുതൽ ബഹുമാനമാണെന്ന്. എൻ്റെ പിതാവ് അസുഖമായി കഴിഞ്ഞ് അസുഖപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ 15 ദിവസം എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്ന് ഞാനാണ്. കാരണം എൻ്റെ സഹോദരന്മാർ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. അദ്ദേഹം ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭാര്യയുമാണ്. എൻ്റെ ഭാര്യ ജനിച്ച മുസ്ലിമാണ്. എൻ്റെ ഭാര്യയും കൂടെ വന്നിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് 15 ദിവസം അദ്ദേഹത്തിനോട് നിന്ന് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ നോക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് 3 മക്കളുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും നല്ല എൻ്റെ മതം, പരമ്പരാഗത മതം വിട്ടെങ്കിലും നീയാണ് എൻ്റെ ഏറ്റവും പ്രിയപുത്രൻ എന്നോട് പറയുകയുണ്ടായിരുന്നു. മിസ്റ്റർ മുഹമ്മദ് ഈസ, സയ്യിദ് ഇബ്നു ജോർജിനെ പോലെ തന്നെ താങ്കളും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇന്ന് പ്രബോധനത്തിൽ വളരെ സജീവമായിരിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതത്തിലെ പെന്തക്കോസ്ത് വിഭാഗത്തിലായിരുന്നു താങ്കൾ, അല്ലേ?
ഓക്കെ, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുവാൻ താങ്കളെ ആകർഷിച്ചത് എന്താണ്? ഇസ്ലാമിന്റെ എന്ത് ഘടകമാണ് താങ്കളെ ആകർഷിച്ചത്? ഏറ്റവും പ്രധാനവും ഏറ്റവും നിർണായകവുമായ കാര്യം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സകല പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം ചെയ്തത് ഒരു ഏകദൈവ വിശ്വാസമാണ്. അഥവാ ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച, മുഴുവൻ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസമാണ്. എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസത്തിലേക്ക് ഒരാൾ പോയാൽ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു തിന്മയായിട്ടാണ് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളായി ഈ ബൈബിളിൽ കാണപ്പെടുന്നത്. എന്നാൽ നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു ഏകദൈവ വിശ്വാസമല്ല പറയുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, ഒരു ഏക ദൈവ വിശ്വാസം എന്നൊരു വിശ്വാസമാണുള്ളത്. ഏക ദൈവ വിശ്വാസത്തെക്കുറിച്ചിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, സാധാരണ അവരുടെ സ്കോളേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു നിർവചനമുണ്ട്. ആളർത്ഥം 3 ആണെങ്കിലും സാരാംശത്തിൽ 1 എന്നാണ് പറയുക, ഒരു നിർവചനം എന്നുള്ള നിലയിൽ പറയുക. അപ്പോൾ ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധരിക്കുക 3 ഉണ്ടെങ്കിൽ 1 എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും 3 എന്തോ ഉണ്ട്, പക്ഷേ ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളൊരു സങ്കല്പമാണ് സാധാരണക്കാർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ക്രൈസ്തവർ പറയും ഞങ്ങൾ ഏക ദൈവ വിശ്വാസികളാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഇവർ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ, അവർ പറയുന്നത് അനാദികാലത്തിൽ ഒരു ദൈവത്തിന് ഒരു മകനുണ്ടായി, ആ മകനും പൂർണ്ണമായ ദൈവമാണ്. അപ്പോൾ ഒരു ദൈവം ഉണ്ട് ഓൾറെഡി, ആ ദൈവത്തിന് അനാദികാലത്തിൽ ഒരു മകനുണ്ടായി. രണ്ടാമത് പറയുന്നു, മകൻ അങ്ങനെ ജനിച്ചുവെങ്കിലും പിതാവിനെക്കാട്ടിൽ പ്രായക്കുറവില്ല മകന്. കാരണം എന്താ? ദൈവമായിരിക്കണമെങ്കിൽ നിത്യത വേണം, എന്നും ഉണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങി ഒരു ദൈവമല്ല, തികച്ചും 2 ദൈവം മിനിമം ഉണ്ട് എന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്നു വളരെ കൃത്യമായിട്ട്. അങ്ങനെ ആ ഒരു ദൈവം ജനിച്ചു. സാധാരണ മനുഷ്യരങ്ങനെ പറയാറില്ല. ഒരു സെമിറ്റിക് മതത്തിൻ്റെ അഥവാ പ്രവാചകന്മാരുടെ നേരത്തെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹത്തിൻ്റെ, അതായത് മുൻകാല പ്രവാചകന്മാരൊക്കെ വന്ന യഹൂദ സമൂഹത്തിനോട് നമ്മൾ ചോദിക്കുകയാണ് ദൈവം ജനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. അതായത് മുസ്ലിം സമൂഹം പറയുന്നത് പോലെ തന്നെ, ഇസ്ലാമിക വിശ്വാസം പറയുന്നത് പോലെ തന്നെ അവർ പറയും ഇല്ല, ജനിച്ചവനല്ല ദൈവം. എന്നാൽ അതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഒരു ദൈവം ജനിപ്പിക്കുന്നു, ഒരു ദൈവം ജനിക്കുന്നു, മറ്റൊരു ദൈവം ഇവർ 2 പേരിൽ നിന്നും പുറപ്പെടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ക്രൈസ്തവ മതത്തിൽ ഏകദൈവാരാധനയല്ല. എന്നാലും ചോദ്യം ബാക്കി നിൽക്കുന്നു, എന്തുകൊണ്ട് ഇസ്ലാം? പരിശുദ്ധ ഖുർആനിൽ 25ഓളം ഭാഗത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം അഥവാ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്കൊരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇസ്ലാമിൽ നിന്നും ഒരു അച്ഛൻ, ഇസ്ലാമിൽ നിന്നും ഒരു മൗലവി അച്ഛനായി മാറിയിരിക്കുന്നു. അത് ക്രൈസ്തവ സമൂഹം വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ പരിശുദ്ധ ഖുർആനിൽ 25 സ്ഥലത്ത് യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്നു എന്നാണ്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് 4 ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം രണ്ടുകൂടെ തുലനം ചെയ്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം തൂക്കി നോക്കിയപ്പോൾ 1 സ്ഥലത്ത് 25 4 കണ്ടിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞു ഏതായാലും യേശു ക്രിസ്തു സാധാരണ ഒരു പ്രവാചകനല്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ ഈ ആയത്തുകൾ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ ആയത്തുകളിലുടനീളം കാണുന്നത്, ഞാൻ ഉദാഹരണമായിട്ട് ഓതുന്ന ആയത്ത് സൂറത്ത് മായിദ, അതിൽ കാണാം ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ് ഇബ്നു മറിയം, നിശ്ചയമായും അള്ളാഹു തന്നെയാണ് മിശിഹ എന്ന് പറഞ്ഞവർ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. അപ്പം ഇതുപോലുള്ള ധാരാളം ആയത്തുകൾ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എണ്ണി പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലുള്ള ഈ ആയത്തുകളിൽ യേശു ക്രിസ്തു ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കണമെന്നോ പറയുന്ന ഒരു വാക്യം പോലും പരിശുദ്ധ ഖുർആൻ ഇല്ലെന്ന് മാത്രമല്ല ഇത് തെറ്റാണ് എന്ന് പറയാനാണ് പരിശുദ്ധ ഖുർആൻ എടുത്ത് അത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വാക്യം വായിച്ചിട്ട് ഈ വാക്യത്തിലെ പേര് മാത്രം എണ്ണി യേശു എന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്?
അദ്ദേഹം യേശു ക്രിസ്തുവിന് മഹത്വം കൂടെ ആ ആയത്തൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ആയത്തുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഈ കാര്യം, ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം വിശദീകരിച്ച 4 പുസ്തകങ്ങൾ, ഒരു ബയോഗ്രഫി, 4 ബയോഗ്രഫി ഉണ്ട് ബൈബിളിൽ. ആ ഭാഗം വായിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈസാ അലൈഹിസ്സലാം നമ്മുടെ സെയ്ദ് പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തു കരയുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു, കവിണ് വീണ് പ്രാർത്ഥിക്കുന്നു, നിലവിളിക്കുന്നു. ഈസാ അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് പോലും താൻ ദൈവമാണെന്നോ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള എൻ്റെ ആത്മാർത്ഥതയുടെ പേരിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ചതിൽ നിന്നും ഒട്ടും സ്യൂട്ടല്ല ക്രിസ്തു മതത്തിൻ്റെ ഡോഗ്മാസ്, അവരുടെ തത്വങ്ങൾ. എന്നാൽ ഞാൻ എന്താണോ പഠിച്ചു മനസ്സിലാക്കിയത് അത് തന്നെ പരിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിലും ഇസ്ലാമിൻ്റെ അധ്യാപനത്തിലും കാണുന്നു. പരിശുദ്ധ ഖുർആനും ഈ കാര്യം പറയുന്നുണ്ട്. നല്ലവരായ ആളുകളുടെ മുമ്പിൽ, അഹ്ലുൽ കിതാബിൻ്റെ മുൻ വേദക്കാരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടാൽ അവരുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ വരികയും അവർ ഇതിനെ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, ഞാൻ ഏരിഫൂന കമ ഏരിഫൂന അബ്നാവക്കും, അവർ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളോടും ചോദിച്ചാൽ സെയ്ദ് പറഞ്ഞതുപോലെ അവർക്കെല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം, ഞങ്ങളെ ഇസ്ലാമിലേക്ക് എത്തിച്ചത്, അതായത് ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് എത്തിച്ചത് ബൈബിളിനുള്ളിലെ യേശു തന്നെയാണ്. നിങ്ങളുടെ കുടുംബവുമായുള്ള ഇപ്പോഴത്തെ നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ തന്നെ ശരിക്കും ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു അജ്ഞത സമൂഹത്തിനുള്ളതിൻ്റെ പേരിലാണ് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടായിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ച് ഞാൻ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മയോടുള്ള സ്നേഹം എനിക്ക് കൂടുകയാണ് ചെയ്യുന്നത്. എനിക്ക് പണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ചില കടമകൾ ചെയ്യുന്നത് എൻ്റെ ഒരു മനസാക്ഷിയുടെ പേരിലാണ് എങ്കിൽ, ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ളത് വ്യക്തമായ നിർദ്ദേശങ്ങളാണ്. ഒരു ഉമ്മാനോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ഇഷ്ടക്കേടിൻ്റെ ഒരു വാക്കുപോലും ഒരു ആംഗ്യം പോലും കാണിക്കാൻ പറ്റാത്ത ഒരു കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് എനിക്ക് ഇന്ന് എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അതിനുശേഷം വീട്ടുകാരുമായിട്ട് നല്ല നിലയിൽ തന്നെ പോകുന്നു. സമൂഹത്തിൻ്റെതായ ധാരാളം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്നും അവർ എന്താ പറയുന്നത് ഇപ്പോഴും സമൂഹം ഇടപെട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. ഞാൻ വീട്ടിൽ പോകാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് അവിടെ സ്റ്റേ ചെയ്യാറുണ്ട്, അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല ഡെയിലി ഞങ്ങൾ ഫോൺ വിളിക്കാറുണ്ട്. ഡോക്ടർ സാദിഖ്, 1987 ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അത്തരത്തിൽ 1900 അല്ലെങ്കിൽ 80കളിൽ ഇത്തരം ഇന്ന് കാണുന്നത് പോലെയുള്ള മതപ്രബോധനം അല്ലെങ്കിൽ മതതാരതമ്യ പഠനം സജീവമല്ലാത്ത ഒരു കാലമാണ്. എന്തായിരുന്നു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള നിങ്ങളുടെ പ്രചോദനം? എന്നെ സംബന്ധിച്ച് ഒരു പ്രബോധനത്തിൻ്റെ ഫലമായിട്ടല്ല, മറിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവനെ അറിയാനുള്ള ഒരു ആഗ്രഹവും വ്യഗ്രതയും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് ബഹുദൈവാരാധന നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് എൻ്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം ഒന്നാണ്, ഏകനാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാൽ ഒരുപാട് ഫിലോസഫികൾ ഈ ബഹുദൈവാരാധന അത് ഏകദൈവമാണെന്ന് സ്ഥാപിക്കാൻ അവരുടെ ഇടയിലുണ്ട്, പക്ഷേ അതെന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏകദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ പലതരത്തിലുള്ള ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ചതുർവേദങ്ങളും അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാറും അതിൽ അന്വേഷണം നടത്താറുമുണ്ടായിരുന്നു. എൻ്റെ അന്വേഷണം അവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള സാഖ്യയോഗത്തിലുള്ള ചില അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, അർജുനൻ്റെ ചില ചോദ്യങ്ങൾക്ക് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ എന്ന് തുടങ്ങുന്ന ഒരു ഉത്തമ സ്വഭാവം ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ പ്രകൃതങ്ങൾ എന്താണെന്നുള്ള അർജുനൻ്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന വിശദമായ ചില ഉത്തരങ്ങളുണ്ട്. അതിലൂടെ ആ സിഫത്തുകൾ, ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് മുതൽ എൻ്റെ പരിശ്രമം തുടങ്ങി. അതുപോലെ ആത്മാവിനെ പറ്റിയുള്ള നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങുന്ന റൂഹിനെ പറ്റിയുള്ള, ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൽ ധാരാളമായിട്ടുണ്ട്, ആത്മീയതയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു കഠിന പരിശ്രമത്തിലായിരുന്നു. അതുപോലെ ഉപനിഷത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന്
ദൈവമായിട്ട് ഏറ്റവും അടുക്കാനുള്ള വഴി അത് ഒരു സർവസംഘ പരിത്യാഗമാണ്. ആ ഒരു പരിത്യാഗത്തിൻ്റെ മാർഗത്തിൽ കഠിനമായി തീവ്രമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിലായിരുന്നു. അതായത് ഭൗതികമായ യാതൊരു ആസ്വാദനങ്ങളും പാടില്ല, നല്ല രുചിപ്രദമായ ഭക്ഷണം കഴിക്കരുത്, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കരുത്, മുടി ചെയ്യരുത്, ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള കഠിനമായൊരു സന്യാസത്തിൻ്റെ പോലെയുള്ള ഒരു വഴിയിലായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തിനോട് ഞാൻ നിരന്തരം സംവദിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിലും കഠിനമായൊരു വഴി നിൻ്റെ തൃപ്തിക്ക് വേണ്ടി അനുധാവനം ചെയ്യാൻ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാനത് എടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പടച്ചവൻ എനിക്ക് നേരിട്ട് വഴി കാണിച്ചു തന്നത്, ഇതാണ് യഥാർത്ഥമായ വഴിയെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഈ രീതിയിൽ ഒരു മാറ്റം എനിക്ക് സാധ്യമായിരുന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലോ വാസ്തവത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തിരുന്ന ആ പരിത്യാഗത്തിനേക്കാൾ കൂടുതൽ എത്രയോ ലളിതമായതും ഭൗതിക ജീവിതത്തെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിലുള്ള കഠിനമായ കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വലിയൊരു ലിബറൽ ഒരു ജീവിതമാണ് എനിക്ക് ഇസ്ലാം കാഴ്ചവെച്ചത്. പക്ഷേ അതിലൊരുപാട് പ്രത്യാഘാതങ്ങൾ വേണ്ടി വന്നു, അത് സഹിക്കേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. പിന്നെ ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ തീരുമാനം എന്തായിരുന്നുണ്ടെങ്കിൽ MBBS കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ളൊക്കെ ഉദ്ദേശമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വളരെ ഭൗതികമായ ഒരു എളുപ്പത്തിലേക്കാണ് എനിക്ക് ഈ ഇസ്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത്. അവിടെ ഒരു ചോദ്യമുണ്ട്. സാധാരണ ലിബറൽ എന്ന് പറഞ്ഞെടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയപ്പെടാറുള്ളത് അത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒന്നാണ്, ജീവിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. ഇവിടെ താങ്കൾ വളരെ വ്യത്യസ്തമായി പറയുന്നു, ഇസ്ലാം ഒരു ലിബറൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിശാലമായ ഒരു ലോകത്തേക്ക് വന്നതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന്. അത് വാസ്തവത്തിൽ മറ്റ് മതത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ ആളുകൾ ആ മതത്തെ സ്വന്തം ജീവിതത്തേക്ക് പകർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അവർക്ക് അതിലുള്ള കാഠിന്യം മനസ്സിലാവാത്തത്. കാരണം ദൈവസാമീപ്യത്തിന് വേണ്ടി തന്നെ അർപ്പണം ചെയ്യണം, എല്ലാം പരിത്യജിക്കണമെന്ന് പറയുന്ന ഒരു നല്ല ഭക്ഷണം, ഒരു ടേസ്റ്റുള്ള ഭക്ഷണം പോലും കഴിക്കാതെ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു, അതിൽ തന്നെ രുചികരമായ ആസ്വാദ്യകരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ഇതിലേത് ഭക്ഷണവും അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ പന്നിമാംസം ഒഴികെ ബാക്കി എല്ലാം മനുഷ്യന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വൈവാഹിക ജീവിതം അത് മനുഷ്യന് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഡീസൻ്റായിട്ട് നടക്കാം, ഇതെല്ലാം മനുഷ്യൻ അനുവദിച്ചതാണ്. നേരെ മറിച്ച് പരിത്യാഗത്തിൻ്റെ മാർഗത്തിൽ ഇതൊന്നും പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഹിന്ദു സമുദായം ആ രീതിയിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി അന്വേഷിക്കാത്തത് കൊണ്ടും ആ രീതിയിൽ അവരുടെ മതത്തിനെ സ്വന്തം പഠിക്കാത്തത് കൊണ്ടും സ്വന്തം ജീവിതത്തെ അനുധാവനം ചെയ്യാത്തത് കൊണ്ടും അവർക്കത് ലിബറലായിട്ട് തോന്നുകയാണ്. പക്ഷേ പടച്ചവൻ അനുവദിച്ചു എന്ന ലിബറലിസം വാസ്തവത്തിൽ ഇസ്ലാമിലാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സത്യം ഉൾക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ വന്നിരുന്നു. ഞാൻ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ എൻ്റെ പഠനം, ഇസ്ലാം എന്നല്ല അതിന് മുമ്പ് തന്നെയുള്ള എൻ്റെ വേദപഠനവും മറ്റും കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മയുമായും അനുജത്തിമാരുമായിട്ടും വീട്ടിൽ മറ്റ് ബന്ധുക്കളുമായിട്ടുമൊക്കെ ഞാൻ അതാത് അവസരങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഈ ഇസ്ലാമിനെ പറ്റി ഞാൻ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നാലെ അവരും ഈ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. എൻ്റെ ഉമ്മായും 2 അനിയത്തിമാരും പിന്നെ ബന്ധുക്കളിൽ നിന്ന് പല ആളുകളും സ്വീകരിക്കുകയുണ്ടായി. പിതാവ് അതിൽ നിന്ന് ഒഴിവായിരുന്നു. അദ്ദേഹത്തിന് പൊതുവായിട്ടൊരു ദൈവവിശ്വാസം തന്നെ ഇല്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ വീട്ടിലുള്ളവർക്ക് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 3-4 വർഷങ്ങൾ ഈ രീതിയിൽ വിശ്വാസത്തിൽ തന്നെ കഴിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് നാട്ടുകാരും പൊതുസമുദായവും അറിയുന്നത്. അവരറിഞ്ഞതോടുകൂടി അവർ സ്വന്തം വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വലിയ പ്രശ്നങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി, വീട്ടുകാരെ നിർബന്ധിക്കാൻ തുടങ്ങി, എൻ്റെ പേരിൽ അവർ ഇല്ലാത്ത കേസുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയെ ഇടപെടിച്ചത് വഴി എന്നെ പിടിച്ച് തടവിലാക്കി 5 മാസവും 13 ദിവസവും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിലുള്ള ഒരു വാർഡിൽ എന്നെ ഡിറ്റെയിൻ ചെയ്തു. അങ്ങനെ അവസാനം അതിനുശേഷം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാണ് എന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ വധിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയിരുന്നു. അതുപോലെ സൈക്യാട്രി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, അതായത് 2 ഇലക്ട്രോഡുകൾ തലയുടെ സൈഡിൽ വെച്ചിട്ട്
ഇലക്ട്രിക് കറണ്ട് തലച്ചോറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനുഷ്യനെ, ഒരു ബുദ്ധിമാനായ മനുഷ്യനെ ബുദ്ധിയില്ലാത്തവനാക്കാൻ കഴിയും, ഭ്രാന്തില്ലാത്തവനെ ഭ്രാന്തുണ്ടാക്കാൻ കഴിയും, മന്ദബുദ്ധിയാക്കാൻ കഴിയും. അങ്ങനെ പലതും അവർക്ക് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് മാത്രം അത്തരം ചതികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു, അവൻ എന്നെ സ്വതന്ത്രനാക്കി. അവരുടെ ഈ മറ്റ് സമൂഹത്തിൻ്റെ ഭീഷണി തന്നെ ഇതായിരുന്നു. ഒന്നുകിൽ തന്നെ ഞങ്ങൾ കൊന്നുകളയും, അല്ലെങ്കിൽ ആജീവനാന്തം സൈക്യാട്രിക് സെല്ലിൽ അടയ്ക്കപ്പെടും, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് നഷ്ടപ്പെടും. അപ്പോൾ ഞാനതിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഞാൻ ദൈവത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ്. അവൻ്റെ തീരുമാനം കൂടാതെ എനിക്ക് എൻ്റെ ഒരു രോമം ഇളക്കാൻ പോലും ഇവർക്ക് സാധ്യമല്ല. ഇവരുടെ കയ്യിൽ കൂടി എൻ്റെ മരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും പടച്ചവനല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എനിക്ക് സാധ്യമല്ല, കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു, ഇവരെന്ത് ചെയ്യുന്ന ചെയ്യട്ടെ, എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ്, എൻ്റെ പടച്ചവൻ, അവൻ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ഒരു ഉറച്ച തീരുമാനമെടുത്തു. അതുപോലെ തന്നെ പടച്ചവൻ്റെ ഭാഗത്ത് എനിക്ക് അദൃശ്യമായ സഹായങ്ങളുണ്ടായി. ഭൗതികമായ സാഹചര്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയ പല എവിഡൻസുകളും എനിക്കെതിരായി വന്നു എങ്കിലും ശരി, പടച്ചവൻ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെ എളുപ്പമായ രീതിയിൽ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത് വളരെ അവിശ്വസനീയമായിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്രകാരം ഒരു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊന്നുകളയുമെന്ന് പറയുക, ഭീഷണി ഉണ്ടാവുക, നിരന്തരം ഉപദ്രവങ്ങൾ ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ മതപരിവർത്തനം, നിർബന്ധ മതപരിവർത്തനം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇതല്ലേ യഥാർത്ഥത്തിൽ നിർബന്ധ മതപരിവർത്തനം? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ സ്വമേധയാ താൻ ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് സമൂഹത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തടങ്കലിൽ വയ്ക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ കൊണ്ടുപോകുന്നു, അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കുന്നു. ഈ സമ്മർദ്ദങ്ങളാണ് ഒരുത്തനെ നിർബന്ധ മത പരിവർത്തനം എന്ന ആ ഒരു വിവക്ഷയിൽ കൊണ്ടുവരേണ്ടത്. ഇവിടെ സ്വമേധയാ മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം മാനസികമായി ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പരിവർത്തനത്തിൽ നിന്ന് പിന്നെ നിർബന്ധിച്ച് വീണ്ടും ഒരു പരിവർത്തനം പാരമ്പര്യ മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ വ്യഗ്രത, അതാണ് യഥാർത്ഥത്തിൽ ഒരു നിർബന്ധ മത പരിവർത്തനമായിട്ട് ഇവിടെ കാണപ്പെട്ടു വരുന്നത്. പക്ഷേ സമൂഹം കാണുന്നത് പാരമ്പര്യ മതം വിട്ട് വേറെ മതം പോകുമ്പോൾ അത് നിർബന്ധ മത പരിവർത്തനമായിട്ടും പാരമ്പര്യ മതത്തിൽ ഉറപ്പി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നയം നമുക്കിവിടെ കാണാൻ കഴിയും. അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തിൽ പൊതുവെ പറയപ്പെടുന്നത് പാരമ്പര്യ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുമ്പോൾ അത് നിർബന്ധിത മതപരിവർത്തനമാണ്, അതിൽ നിർബന്ധമുണ്ട്, നിർബന്ധ ബുദ്ധിയുണ്ട്, നിർബന്ധ ശക്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലൊരു നിർബന്ധിത മതപരിവർത്തനം പാരമ്പര്യ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് അത് ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ നിർബന്ധിക്കാൻ സാധ്യമാണോ? താങ്കളോടാണ് മുഹമ്മദ് ഈസ ചോദ്യം. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായി അവന് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവ് നേടിയതിന് ശേഷം അവൻ ആരുടെയും പ്രലോഭനത്തിന് വഴങ്ങാതെ സ്വന്തമായി അവൻ്റെ പഠനത്തിൻ്റെ, അവൻ്റെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവനൊരു വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഇസ്സത്തിലേക്കോ എത്തിക്കഴിഞ്ഞാൽ, ഒരു ചിന്തയിലേക്കോ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തരുന്നുണ്ട്. അത് വളരെ വ്യക്തമായി നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് സാർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ സമൂഹം അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു പ്രായപൂർത്തി എത്തിയ ഒരു കുട്ടി, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുക്കൻ, ഒരു പ്രായപൂർത്തി എത്തിയ ഒരു വ്യക്തി മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ വേറൊന്നിൻ്റെയും പേരിലല്ല, മാതാപിതാക്കളോട് ഏറ്റവും സ്നേഹം കാണിക്കേണ്ട ആ കുട്ടി പുതിയതായി കാണുന്ന ഒരു ചെറുക്കനെ അല്ലെങ്കിൽ ഒരു പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിലേക്ക് പോവുകയാണെങ്കിൽ സമൂഹം മുഴുവൻ അതിനെ സപ്പോർട്ടാണ്. സിനിമകളിലൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ കഥകൾ പറഞ്ഞുകൊണ്ട് ധാരാളം നോവലുകളും കവിതകളും ഒക്കെ എഴുതിക്കൊണ്ട് അതിനെ ഒരു മഹത്തായ ഒരു സംഭവമാക്കി ചിത്രീകരിക്കുകയും മിശ്രവിവാഹം എന്ന പേരിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇവരോട് തന്നെ ചോദിക്കുക, അപ്പോൾ കണ്ട ഒരു പയ്യനാണോ വലുത്, അതോ നിന്നെ ജനിപ്പിച്ച് നിന്നെ വളർത്തിയെടുത്ത മാതാപിതാക്കളാണോ വലുത് എന്ന് ചോദിച്ചാൽ
കോടതി ചോദിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസാക്ഷിയോട് ചോദിക്കുകയോ ചെയ്താൽ ആ കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ അവളൊന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ പറയേണ്ടി വരും, ശരിയാണ്, മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടിക്ക് വലുത്. എന്നാൽ ഒരു വിശ്വാസം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൻ്റെ പേരിൽ ഒരു പാരമ്പര്യ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു കാലത്ത് അവനോട് ചോദിച്ചാലും താങ്കൾ ഇങ്ങനെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു മതം സ്വീകരിച്ചത് ശരിയായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ശരിയാണ് എന്ന് തന്നെ അവന് പറയാൻ സാധിക്കും. കാരണം മാതാപിതാക്കളെക്കാട്ടിലും വലുതാണ് ദൈവം എന്നുള്ള കാര്യത്തിൽ മതവിശ്വാസമുള്ള ഏത് മതസ്ഥരായിക്കോട്ടെ എല്ലാവർക്കും ഒറ്റ വീക്ഷണം തന്നെയാണുള്ളത്. വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിയുകയില്ല എന്നാണ്. ഒട്ടും കഴിയുകയില്ല. കാരണം ഒരു രാജ്യം വിചാരിച്ചാൽ ആ ജനതയെ വേണമെങ്കിൽ മതം മാറ്റാൻ നിർബന്ധിച്ചു. പിന്നെ സാധ്യതയുള്ളത് മാതാപിതാക്കൾക്ക് മക്കളെ നിർബന്ധിച്ച് അവർ സ്വീകരിച്ച ഒരു മതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അധികാരമുള്ളത് കൊണ്ട്. അതേപോലെ ഒരു ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയോട് പറയാം, നീ എൻ്റെ മതത്തിലോട്ട് വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുമെന്ന് പറയാം. ഇതൊന്നുമില്ലാത്ത ഒരു മതപ്രബോധകനെ എങ്ങനെയാണ്, യാതൊരു ബന്ധവുമില്ല, യാതൊരു കമ്മിറ്റ്മെന്റും പരസ്പരം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇയാളോട് പറയുക നിർബന്ധമായി മതം മാറണമെന്ന്? എങ്ങനെ മതം? ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാളെ മതം മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പ്രവാചകനോട് തന്നെ പറയുന്നത് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബത വലാകിന്ന അല്ലാഹു യഹ്ദീ മൻ യശാ. പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ഇസ്ലാമിന്റെ സന്മാർഗം എന്ത് ചെയ്തില്ല, കിട്ടുകയില്ല. അതായത് പ്രവാചകൻ പോലും ആഗ്രഹിച്ചാൽ കിട്ടുകയില്ല. നേരെ മറിച്ച് അള്ളാഹു താല ആരെയാണോ ചൂസ് ചെയ്യുന്നത് അവർക്കാണ് കിട്ടുക എന്ന് പറയുന്നു കൃത്യമായിട്ട്. മിസ്റ്റർ സാജിദ്, നിങ്ങളിലേക്ക് വന്നാൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ്? ഈ ചോദ്യത്തിനൊരു കാരണമുണ്ട്. കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി മീഡിയകളിൽ നിന്ന് അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളിൽ നിന്നൊക്കെ ആകാം ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതുമെല്ലാം. എന്തായിരുന്നു നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്? തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം വരുന്ന 90% വരുന്ന മുസ്ലിം വ്യക്തിത്വങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അതേ മാനദണ്ഡത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സ്വാഭാവികമായും ഇസ്ലാം എന്നാൽ തീവ്രവാദമാണ്, കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലാണ് എൻ്റെ ആ കാലഘട്ടങ്ങളിലെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളും എല്ലാം തന്നെ ഒരുതരം അസഹിഷ്ണുത അല്ലെങ്കിൽ വർഗീയത, തീവ്രവാദം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതാണ് സമൂഹത്തിലെ മതവിദ്വേഷങ്ങൾക്ക് കാരണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ സാന്ദർഭികവശാൽ ഇസ്ലാം എന്ന യാഥാർത്ഥ്യം അത് മാത്രമാണ് ശരിയെന്ന ചിന്ത അതിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം എന്താണ് ഇത്തരം ഒരു ചിന്താഗതി സമൂഹത്തിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് വിധേയമാക്കിയ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏത് മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അവർ വിശുദ്ധമെന്ന് കരുതുന്ന ഗ്രന്ഥങ്ങളും അതിലെ വരികളെ കോട്ടിമാറ്റുകയോ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായും എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറത്തൊരർത്ഥം കൊടുക്കാൻ കഴിയും എന്നെനിക്ക് മനസ്സിലായി. ഉദാഹരണമായി, ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് ആരോപിക്കുന്നവരും അല്ല ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും പലപ്പോഴും പറയാറുണ്ട്, അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം എന്ന് ഖുർആനിലുണ്ട് എന്ന്. അതിൻ്റെ സന്ദർഭവും അതെന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു എന്നും അതിൻ്റെ സാഹചര്യവും പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. കാരണം പ്രവാചകനും അനുചരന്മാരും ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ധാരാളം അമുസ്ലിങ്ങളെ കാണുന്നു, അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നു, അവരോട് മുമ്പത്തേക്കാൾ നല്ല രീതിയിൽ പെരുമാറുന്നു, അപ്പോൾ കൊന്നുകളയുന്നില്ല, നല്ല രീതിയിൽ പെരുമാറുന്നു. അപ്പോൾ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. പിന്നെന്താണ്, ആ ഒരു വരി മാത്രം എടുത്തിട്ട് സമൂഹ മധ്യത്തിലേക്ക് എടുത്തിട്ട് കൊടുത്തു. യുദ്ധത്തിൽ ഇറക്കിയ ഒരു നിയമത്തെ യുദ്ധത്തിന് വെളിയിലേക്ക് എടുത്തപ്പോൾ അത് തീർച്ചയായും അർത്ഥത്തിൽ വ്യത്യാസം വന്നു. ഇതിന് സമാനമായ ഞാൻ ജനിച്ച് വളർന്നു വന്ന ചുറ്റുപാടിലുള്ള അവിടെ വിശുദ്ധമെന്ന് കരുതുന്ന ഗ്രന്ഥം ഭഗവത്ഗീതയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിവുള്ളതുപോലെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്രം ഇതിവൃത്തം.
അവിടുന്നാണ് യഥാർത്ഥത്തിൽ പിന്നെ അർജുനന് ഉപദേശം കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയുടെ ഉദയമുണ്ടാകുന്നത്. ആ സന്ദർഭത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സ്വന്തം സഹോദരങ്ങളെയും അതേപോലെ ഗുരുവര്യന്മാരെയും ഒക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക്, നേരത്തെ സാദിഖ് സാർ സൂചിപ്പിച്ച പോലെ ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന അർജുനന് ഒരു എന്താ പറയുക, ഒരു അറിവിൻ്റെ ഒരു വർഷമായിട്ട് ഭഗവത്ഗീത ഉദയം ചെയ്യുകയാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത് കാണാം. അതോവ പ്രാപ്സസി സ്വർഗ ജിതോവ ഭോക്ഷസി മഹി തസ്മാത് ഉദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ. അല്ലയോ കുന്തിപുത്ര, നീ ഒരു ക്ഷത്രിയനാണ്. നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധമാണ് നിന്റെ ധർമ്മം. ആ യുദ്ധത്തിൽ നീ മരണപ്പെടുകയാണെങ്കിൽ നിശ്ചയം നിനക്ക് വീരസ്വർഗമുണ്ട്, വീരസ്വർഗം ഉണ്ട് എന്ന് അവിടെ പറയുകയാണ്. അല്ലെങ്കിലോ ഭോക്ഷസി മഹി, നിനക്ക് ഭൂമിയിലെ സുഖം അനുഭവിക്കാം എന്ന് പറയുന്നു. ഇവിടെ സ്വാഭാവികമായും ഞാൻ എൻ്റെ അർത്ഥതലങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതെന്താണെന്ന് ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാത്ത ഒരു സാധാരണ ഹിന്ദു, അല്ല അവിടെ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുത്ത ഉപദേശം ബന്ധുക്കളെ കൊല്ലാൻ എന്നാണല്ലോ. അങ്ങനെ ബന്ധുക്കളെ കൊല്ലാൻ പോയിട്ട് നീ എങ്ങാണം മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടും. അതല്ല നീ അവരെ കൊന്ന് നിനക്ക് സ്വത്ത് അപകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ സുഖമായി ജീവിക്കാം എന്ന് ചിന്തിച്ചാൽ ആരെങ്കിലും പറയൂ അത് ഗീതയുടെ കുഴപ്പമാണെന്ന്? സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ട്, സാഹചര്യത്തെ മനസ്സിലാക്കാതെ അവൻ ചിന്തിച്ച എന്തോ അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു എന്നുള്ളതല്ലാതെ അവൻ്റെ തെറ്റ് അല്ലാതെ ആരെങ്കിലും ആ ഭഗവത്ഗീതയുടെ കുഴപ്പമായി കാണാറില്ല. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇസ്ലാമിനെ പലപ്പോഴും തീവ്രവാദം എന്ന വിഷയത്തിൽ മറ്റ് പല വിഷയങ്ങളിലും തെറ്റിദ്ധരിക്കുന്ന പോലെ. താങ്കൾ പറയുന്നത് സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഇത്തരം വാചകങ്ങളാണ് ഇത്തരം തെറ്റിദ്ധാരണകൾക്ക്. തീർച്ചയായിട്ടും. ആസിയ മേഡം, നിങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇസ്ലാമിന്റെ ചിഹ്നം പോലെയുള്ള, താടി പോലെയുള്ള ഒരു ചിഹ്നം തന്നെയാണ് പർദ്ദയും. കന്യാസ്ത്രീയായി 40 വർഷം ജീവിക്കുകയും അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇത്തരത്തിൽ ഒരു കടന്നുവരവ്, ഇത്തരത്തിലുള്ള ഒരു മാറ്റം, അതായത് ഒരു പർദ്ദയിൽ നിന്ന് മറ്റൊരു പർദ്ദയിലേക്ക്, എന്തായിരുന്നു ആ മാറ്റത്തിനുള്ള കാരണം? ചെറുപ്പത്തിലെ തന്നെ ഭൗതിക ജീവിതത്തിനുപരിയായി ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ളൊരു കടക്കണമെന്നുള്ളൊരു വിചാരം എനിക്ക് ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിരുന്നു. ആ വിചാരം ഈ മതബോധന ക്ലാസ്സുകളിൽ അച്ഛന്മാർ, സിസ്റ്റേഴ്സ് അവരൊക്കെ കുറേ കൂടി വ്യക്തമായ രീതിയിൽ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു തരുന്നു. യേശുവിനെ അനുഗമിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിലോട്ട് കടന്നു വന്നപ്പോൾ ഈ ക്രിസ്തീയ സഭയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു ആത്മീയ ജീവിതമാണ് സന്യാസം എന്ന് പറയുക. അപ്പോൾ ആ സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് എൻ്റെ സ്വന്തം മനസ്സല്ല, ആരുടെയും പേരൻസിൻ്റെ ഒന്നും നിർബന്ധം കൂലമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ സന്യാസഭയിലേക്ക് പോയി. അവിടെ ഞാൻ 1969 സഭയിൽ ചേരുന്നത്. 1973 സന്യാസവസ്ത്രം സ്വീകരിച്ച് അവർ എന്നെ സഭയിലെ അംഗമായിട്ട് അംഗീകരിച്ചു. അതിനുശേഷം സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെയായി സഭയുടെ തന്നെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ ഞാൻ ജോലി ചെയ്തു. അവിടെ മുതൽ ഈ 40 വർഷത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു. പക്ഷേ അവരുടെ പഠിത്തത്തിൽ ബൈബിൾ വായിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ സഭയുടെ അടിസ്ഥാന തത്വങ്ങളെ പാരമ്പര്യമനുസരിച്ച് നമ്മളെ വിശ്വാസത്തിലാണ് ജീവിച്ചു പോരുക. അങ്ങനെ ജീവിച്ചു പോകുന്ന ഇടയ്ക്ക് പെട്ടെന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ കൂടി ഗഹനമായിട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശുവിനെ പറ്റി ട്രിനിറ്റി ഉണ്ടല്ലോ, ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന, അപ്പോൾ ത്രിയേകത്വം. ആ ത്രിയേകത്വത്തിൽ ഒരു ദൈവത്തിൽ 3 ആളുകൾ, പിന്നെ ദൈവത്തിനൊരു മകനുണ്ട്, യേശു ദൈവപുത്രൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പം ഒരു കോൺട്രഡിക്ഷൻ, എന്താ അങ്ങനെ തോന്നി, മനസ്സിൽ തോന്നി. പക്ഷെ ആരോടും പങ്കുവെച്ചില്ല, പറഞ്ഞില്ല, മനസ്സിലത് സൂക്ഷിച്ചു. പക്ഷെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ചിന്തിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ. പക്ഷേ ജോലി, പിന്നെ ഗവൺമെൻറ്റിലെ നിയമങ്ങൾ, ചട്ടങ്ങൾ, രീതികൾ, അങ്ങനെ അപ്പോൾ ആ ഒരു ഇടയ്ക്ക് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ 3-4 വർഷത്തിന് മുൻപായിട്ട് കുറേ കൂടി ഇതിങ്ങനെ ചിന്തിച്ച് മനസ്സിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ, എന്നാലും ഇതിനൊരു എന്താ സത്യം എന്തെന്നറിയാൻ പാടില്ലാതെ മനസ്സിലൊരു തിക്കുമുട്ടൽ വന്നപ്പോൾ ഇൻ്റർനെറ്റിൽ പിന്നെ കുറേ ഇസ്ലാമിക് ബുക്സൊക്കെ ഞാൻ വായിക്കാനിടയായി. അപ്പോൾ തന്നെ ഒരു ഖുറാൻ പരിഭാഷ അതെൻ്റെ കയ്യിൽ കിട്ടി. എവിടെ നിന്ന് കിട്ടി?
അത് ഒരു മുസ്ലിം സഹോദരികളായിട്ട് പങ്കുവെച്ചപ്പോൾ 2-3 പേരുണ്ടായിരുന്നു സുഹൃത്തുക്കൾ. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ രഹസ്യമായിട്ടത് വാങ്ങിച്ചു. കോൺവെന്റിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കിട്ടുമ്പോൾ എനിക്കത് വായിക്കാൻ നല്ല സൗകര്യം, ആരും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇസ്ലാം ബുക്സൊക്കെ ഒരുപാട് വായിച്ചു. അങ്ങനെ വായിച്ച് വരുമ്പോൾ ഞാൻ പിന്നെ ഇത് ബൈബിളിലെ പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്, പിന്നെ ഈ പരിഭാഷയുണ്ട്, ഖുറാൻ പരിഭാഷ. ഇത് 3 കൂടെ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. 3 കൂടെ പഠിക്കാൻ തുടങ്ങിയ പുതിയ നിയമം വായിച്ച് പിന്നെ ബൈബിൾ അങ്ങ് കുറേശ്ശെ ദിവസങ്ങൾ ചെല്ലുന്തോറും ഈ ബൈബിൾ തൊടാൻ എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. 1 വർഷം ഞാൻ ഇസ്ലാമിക് പഠിച്ചു. അതേസമയം സഭയിലെ കാര്യങ്ങളിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ ജോലികളൊക്കെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ നടന്ന് എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ കോൺവെൻറ്റിൻ്റെ 2 വശത്തും പള്ളികളുണ്ട്, നമ്മുടെ മുസ്ലിം പള്ളികൾ. അപ്പോൾ അവിടുന്ന് ബാങ്ക് വിളികളൊക്കെ വരുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ ഒരു വിഷമം കോൺവെൻറ്റിനകത്ത്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ മഠത്തിലുള്ളവരോട് ഇത് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ വിശ്വാസം പറഞ്ഞപ്പോൾ അവർ സഹകരിക്കുകയാണ് ചെയ്തത്. മഠത്തിലുള്ളവരോട് നേരിട്ടാൻ പറഞ്ഞില്ല, മനസ്സിലുള്ളവരോട് നേരിട്ട് പറഞ്ഞില്ല. അത് ഞാൻ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ വഴിയിൽ പോകണമല്ലോ, അല്ലാതെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ കോൺവെൻറ്റിലോട്ട് അറിയിച്ചു കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ അവർ ഒന്നും പറഞ്ഞില്ല. അവരെൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചു. വളരെ പോസിറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്ത് സഭയെ തന്നെ റിലീസ് ചെയ്തു. മാതൃകാപരമായിട്ടുള്ള ഒരു നീക്കമാണത്. മിസ്റ്റർ അബ്ദുസ്സലാം, താങ്കൾ ഒരു യാത്രയാണ് ചെയ്തിരുന്നത് മതങ്ങളിലൂടെ. ആദ്യം ഹൈന്ദവ മതത്തിലായിരുന്നു നിങ്ങളുടെ ആചാരങ്ങളും ആരാധന കർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾ ക്രൈസ്തവ മതത്തിലേക്ക് പോയി. അവിടെ നിന്നും നിങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഇപ്പോൾ ഇസ്ലാം മതത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയുവാൻ? മതം, പിന്നെ ജാതി, ആയിത്തം, അനാചാരങ്ങൾ, പിന്നെ തൊട്ടുണ്ടായ്മ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്, ഇതെന്തിനാണിത്, എവിടുന്ന് വന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്താണെന്നൊക്കെ അറിയാനുള്ള ജിജ്ഞാസ. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും എന്നുള്ള ചിന്തകളൊക്കെ ഈശ്വരൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ള ചിന്തകളെ എനിക്ക് അറിയാവുന്ന മത കൺസെപ്റ്റായ വിഗ്രഹാരാധന ഞാൻ വളരെ ശക്തിപൂർവ്വം ആരംഭിച്ചു. അതായത് അതുവരെ എപ്പോഴെങ്കിലൊക്കെ സൗകര്യത്തിന് ക്ഷേത്രങ്ങളിൽ പോയ ഞാൻ നിരന്തരം ക്ഷേത്ര സന്ദർശനം ആരംഭിച്ചു. വലിയൊരു ഭക്തനായി. വലിയൊരു ഭക്തൻ. അതായത് എനിക്ക് എന്തെങ്കിലും എനിക്ക് തന്നെ ജീവിതത്തിൽ യാതൊരു സംതൃപ്തി ഇല്ലായിരുന്നു. അപ്പോൾ സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെ അന്വേഷണങ്ങൾ, ചിന്തകൾക്കൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചത്. പക്ഷേ ഈ ആരംഭിച്ച് കുറേ മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവങ്ങളില്ല എന്നുള്ളൊരു നിരൂപണത്തിലേക്ക് എത്താൻ കഴിയും. ദൈവങ്ങൾ ഇല്ല. അത് ദൈവങ്ങളിൽ വെച്ചാൽ ദൈവം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അപ്പോൾ ഉറപ്പല്ല. അപ്പോൾ ഇതെല്ലാം സാങ്കല്പികം, അല്ലെങ്കിൽ ഒരുതരം മനുഷ്യരെ വരുമാനത്തിന് ഇൻകം മാർഗമാണെന്നാണ് എനിക്ക് അപ്പോൾ എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായി. സത്യാന്വേഷണം ഓരോ ഘട്ടങ്ങളിൽ ഒരു ടേണിംഗ് പോയിന്റ് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എല്ലാം നിരൂപിക്കാൻ കാരണം ഒരു ക്ഷേത്രത്തിൽ പൂജ നടത്തി എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ച ആ ക്ഷേത്രത്തിലെ പൂജാരിയുടെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലെന്ന് ഞാൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന ആൾക്ക് കൊണ്ട് ഇത്ര പണം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിനേക്കാൾ ശക്തി ആ ദൈവത്തിനാണ്. അപ്പോൾ അയാളെ സേവിക്കേണ്ടേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ദൈവം. അപ്പോൾ ആ അന്വേഷണമാണ് ദൈവം ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത്. അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇത്തരത്തിലുള്ള ഭൗതികപരമായ എന്തെങ്കിലും റീസൺ ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഷെൽട്ടർ തന്നത് കൊണ്ടാണോ? ഈ പഠനം എന്നെ കൂടുതൽ ആത്മീയയിലേക്കും സാറ് പറഞ്ഞ പോലെ ലാസ്റ്റ് ബൈബിളിൽ തുടർന്ന് അനുബന്ധമായ പുസ്തകങ്ങളുണ്ട്. സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സന്യാസിയുടെ ചരിത്രം ഉണ്ട്. ക്രൈസ്തവ ലോകത്ത് നല്ല പ്രചാരത്തിലുള്ളതാണ്, ഒരുപക്ഷെ അറിയാതിരിക്കാം. അപ്പോൾ സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം നിരന്തരം ഞാൻ വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മീയാനുഭവങ്ങളും അയാളെ ചവിട്ടടി പാതകളും ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളും നേപ്പാളിലും ടിബറ്റിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ അദ്ദേഹം ചവിട്ടി നടന്നുപോയ പാതങ്ങളൊക്കെ എന്നെ സ്പർശിക്കുകയും, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ ഭൗതിക ആസക്തി എനിക്ക്, അതായത് കേരളത്തിലെ ഞാൻ കണ്ട എന്നെ സമീപിച്ച അല്ലെങ്കിൽ ഞാൻ തൊട്ടുന്ന ആളുകൾക്കെല്ലാം ഭൗതിക ആസക്തി കൂടുതലാണെന്നും ഒക്കെ മനസ്സിലാക്കുകയും എനിക്ക് അതിൽ യാതൊരു സംതൃപ്തിയും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഇവിടെ ആസക്തി പിന്നെ അംഗീകരിക്കാൻ കഴിയാതെയും വരുന്നു. കണ്ണടച്ച് ഫോട്ടോ എടുത്ത് പിരിവ് നടത്തുക, ഇതിനൊന്നും എനിക്ക് യോജിപ്പില്ലാതെ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറുതായ സന്യാസം തന്നെ സ്വീകരിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഹിമാലയത്തിലേക്ക് പോവാണ്. ഹിമാചൽ പ്രദേശിലെ കുളു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോയത്.
പെട്ടത്. അവിടെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ഒരു ക്രൈസ്തവ സഹോദരൻ ഒരു മഠം സ്ഥാപിച്ച് അവിടെ താമസമുണ്ട് പുളുവിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിക്കുമ്പോഴാണ് പിന്നെ കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും അപ്പോഴാണ് എനിക്ക് ട്രിനിറ്റിയിൽ സംശയം വരുന്നത്. സംശയം കുറച്ച് ദൃഢമായി. അപ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കുമ്പോഴാണ് ഒഴിവ് സമയങ്ങളിൽ ഹിമാലയത്തിൽ ഒഴിഞ്ഞ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കും, ഇരുന്നിട്ട് പ്രാർത്ഥിക്കും, ധ്യാനിക്കും. ഈ സന്ദർഭങ്ങളിൽ ഒരു വചനമാണ് എന്നെ ക്രിയേറ്റ് ചെയ്ത ഹൃദയത്തിൽ. ഏതായിരുന്നു? നിന്റെ ദൈവമായ യഹോവ ഒഴികെ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ യാതൊരു വസ്തുവിനെ നീ ആരാധിക്കുകയോ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തലമുറകളൊക്കെ അകൃത്യമുണ്ടാവും. അല്ല, അനുസരിച്ച് ആരാധിക്കുകയാണെങ്കിൽ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള. ഓക്കെ, ഇനി ഈ ചർച്ച ഇവിടെ വീക്ഷിക്കാനെത്തിയവരും ഇതുപോലെ പാരമ്പര്യ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ സ്വീകരിച്ചവരാണ്. അവർ പല കാരണങ്ങളുണ്ടാവാം അവർക്ക് മതം മാറ്റുവാനും അവരുടെ മതം മാറി മറ്റൊരു മതത്തെ സ്വീകരിക്കുവാൻ. നമുക്ക് നോക്കാം എന്താണ് അവരുടെ കാരണം, എന്തുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ആസിയ. ഞാൻ 10 വർഷമായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട്. ഞാൻ ഒരു ഇസ്ലാമിലേക്ക് വന്നൊരു വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ടാണ് എനിക്ക് അവരുടെ ജീവിതത്തിലെ ചര്യ, അവർ എങ്ങനെ ഓരോ രാവിലെ എണീറ്റിട്ടുള്ള പ്രെയർ എല്ലാ കാര്യങ്ങളിലെയും ഇത് കണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിച്ചു. എനിക്ക് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ തോന്നി. ചോദിച്ചു. അവരെനിക്ക് വ്യക്തമായ ഒരു മറുപടി തന്ന് അൽഹംദുലില്ലാഹ് എനിക്ക് ഹിദായത്ത് അങ്ങനെ കിട്ടി. ഞാനത് വീട്ടിൽ പറഞ്ഞിട്ടില്ല, മറച്ച് നിന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം കണ്ടിന്യൂ ചെയ്തു പോന്നു. അങ്ങനെ ഒരു കുറേ വർഷങ്ങൾ, ഒരു 4-5 വർഷത്തോളം അങ്ങനെ ഞാൻ കണ്ടിന്യൂ, വീട്ടിലാരും അറിഞ്ഞില്ല. നോർമലി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സാധാ അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് ധരിച്ചു. തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഇസ്ലാമിക വേഷം, യൂണിഫോം. പക്ഷേ എനിക്ക് മാറ്റാൻ സാധിച്ചില്ല. പിന്നീട് എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വന്നപ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ ഡ്രസ്സിലെല്ലാം മാറ്റവും വന്നു. ഫുൾ ദീനീപരമായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചു. അതിനിടയിൽ എൻ്റെ വീട്ടിൽ എനിക്ക് വിവാഹം ആലോചിച്ചപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വീട്ടിൽ മദർ മാത്രമായിരുന്നു. ആ സമയത്ത് അവരുടെ വിശ്വാസപ്രകാരം വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ നിർബന്ധിക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് പടച്ചോൻ എനിക്ക് അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു. ആ സമയത്ത് എൻ്റെ ഇസ്ലാമികപരമായിട്ടുള്ള നല്ലൊരു വിവാഹ ജീവിതം എനിക്ക് കഴിയുകയും ചെയ്തു. ഇത്രയും വർഷമായിട്ട് ആ ഒരു വിശ്വാസം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 10 വർഷത്തോളം ദീനിൽ നിന്ന് പുറത്തേക്ക് പോകാനോ ഒരു രീതിയിലും എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എൻ്റെ വിശ്വാസം ആ ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതം ഇതുവരെ നയിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കുടുംബ ബന്ധം എങ്ങനെയാണ്? കുടുംബ ബന്ധം ഇപ്പോഴും ഒരു പ്രയാസമില്ലാതെ. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും സ്വീകരിച്ചില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ വലിയൊരു കുടുംബമാണ്. എൻ്റെ 10 മക്കളാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. 7 ആണുങ്ങളും 3 പെണ്ണുങ്ങളാണ് ഉള്ളത്, സ്ത്രീകളും ഉള്ളത്. അതുകൊണ്ട് അവരോടൊക്കെ നല്ല ബന്ധമുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ദൂരയാത്രയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പിന്നെ എൻ്റെ പെങ്ങളാണ് രാത്രി വന്ന് കിടക്കാറുള്ളത്. അത്രയും ബന്ധമാണ് എപ്പോഴും. എൻ്റെ വീടും എൻ്റെ ഭാര്യ വീടുമായി ബന്ധപ്പെട്ട് അവരിങ്ങോട്ടും നല്ല ബന്ധമാണ്. 2 കുടുംബങ്ങളെന്ന് മാത്രമേ ഉള്ളൂ, നല്ല ബന്ധമാണുള്ളത്. എൻ്റെ പേര് നസീബ എന്നാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ട് 11 വർഷം. എന്താണ് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള കാരണം? ഇത് ക്രിസ്തു മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. യേശുക്രിസ്തു ദൈവമാണെന്നോ യേശുക്രിസ്തുവിനെ ആരാധിക്കണമെന്നോ യേശുക്രിസ്തു പഠിപ്പിച്ചതായി ബൈബിളിലെവിടെയും ഞാൻ കാണുന്നില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇസ്ലാമിക വിശ്വാസവും. എന്നാൽ ക്രിസ്തു മതത്തിൽ യേശുക്രിസ്തു ഉൾപ്പെട്ട ഒരു ദൈവസങ്കല്പമാണുള്ളത്. ഇതാണ് എന്നെ ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് എത്തിച്ചത്. പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാം എന്നുള്ളത് സ്ത്രീയെ അടിച്ചമർത്തുന്നു, അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവൾ പീഡിപ്പിക്കപ്പെടുകയാണ് പർദ്ദക്കുള്ളിൽ. എന്തു പറയുവാനുണ്ട്? ഇല്ല, എനിക്കൊരിക്കലും അങ്ങനെ അതിനോട് യോജിപ്പില്ല. ഏറ്റവും സ്വാതന്ത്ര്യമാണ് ഇതിൽ കൂടെ ലഭിക്കുന്നത്. പർദ്ദ ധരിച്ചതിലൂടെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അമ്മയായി ഞാനെപ്പോഴും അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന ഒരാളാണ്. എന്നാൽ വീട്ടിൽ പോകാതിരിക്കുകയോ മറ്റുള്ള രീതികളിലൊന്നുമില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മക്കളെ തന്നെ മറ്റുള്ളവരോട് പറയുകയോ മോശമായി ചിത്രീകരിക്കുകയോ നാട്ടുകാരെ ഒന്നും സമ്മതിക്കുന്ന ആളല്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാര്യം പറയുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഒട്ടും ഇഷ്ടമല്ല. വേറെ മക്കളുണ്ട്, അവരോടാണ് കൂടുതൽ താല്പര്യം.
അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും എൻ്റെ മാതാവിനെ നോക്കിയില്ലെങ്കിൽ എനിക്ക് പരലോകം നഷ്ടപ്പെടുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ എങ്ങനെയാണ് അമ്മയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒരു പരിശീലനം നടത്തിയെന്നാണ്. അങ്ങനെ ഒരു പ്രവർത്തനം ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പരലോകം എനിക്ക് നരകത്തിലേക്ക് ചെന്ന് പതിക്കാൻ കാരണമാകും. എൻ്റെ മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ, കുടുംബക്കാരോട് ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിന് എതിരാണ്, ഞാൻ നിഷേധിയായി മാറും, ആ ജീവിതത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയില്ല എന്നുള്ള ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തത് അവരോട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രവാചകൻ്റെ കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് കൊണ്ട് അവരോട് പെരുമാറിയപ്പോൾ ഇന്ന് കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടം എന്നോടായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്? അമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ഇല്ല. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ നിങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം? ഇപ്പോൾ എന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോൻ നല്ല രീതിയിൽ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് വെച്ചപ്പോൾ ഖുർആൻ വായിക്കുകയും അത് സത്യമതമാണെന്ന് അത് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ജീവിതം വളരെ നല്ല ഭംഗിയായി അവൻ ജീവിക്കുകയും എന്നെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടെ ഒരു പരാതിയില്ല, അവൻ്റെ ഭാര്യ വീട്ടുകാരും പരാതിയില്ല എന്ന് നല്ല രീതിയിൽ അവതരിപ്പിച്ച് ആ 68 വയസ്സ് എന്നുള്ളതിനേക്കാൾ ഭംഗിയായി അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവതരിപ്പിക്കാനും അതേപോലെ തന്നെ എന്നോട് സംസാരിക്കാനും സ്നേഹിക്കാനും അതേപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കിട്ടാത്ത ഒരു സ്നേഹം ഇപ്പോൾ എൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അമുസ്ലിമായ ഒരു മാതാവിന് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം, ആ ഒരു സമീപനത്തിന് ആഹ്വാനം ചെയ്യുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ? പരിശുദ്ധ ഖുർആനിലും പുണ്യമായ ഹദീസുകളിലും ഈ വിഷയം പരതിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പടച്ചവനോടുള്ള കടമ കഴിഞ്ഞാൽ ഖുർആനിൽ സാധാരണ പറയുന്നത് മാതാപിതാക്കളാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന, സൂറത്തുൻ നിസാ. പടച്ചവനെ ആരാധിക്കുക, അവനോട് ആരെയും പങ്കുചേർക്കരുത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, പ്രകൃതിപരമായി പടച്ചവൻ കൽപ്പിക്കുന്നു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിൻ്റെ അരികിൽ അവരിൽ ഒരാളോ രണ്ടുപേരോ ജീവിച്ചിരുന്നാൽ സൗഭാഗ്യമായി കാണണം. ഫലാ തഖുല്ലഹുമാ ഉഫ്, അവരോട് എന്ന് പോലും പറയരുത്. വലാ തൻഹറുഹുമാ, അവരെ വിരട്ടി സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമൻ, മാന്യമായ സംസാരം സംസാരിക്കണം. അടുത്ത വചനം ശ്രദ്ധിക്കും. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൽ നിന്നും ഉത്ഭൂതമായ വിനയത്തിൻ്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് വിരിച്ചു കൊടുക്കണം. എൻ്റെ തലയുടെ മുകളിൽ കൂടി അച്ഛനും അമ്മയും നടന്നു പോകാൻ പറയണം. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കണം, പടച്ചവനെ ചെറുപ്പത്തിൽ അവരെന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചൊരിയണമേ പടച്ചവനെ. അതായത് ഒരു വ്യക്തി മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കുന്നത് പണ്ഡിതൻ, ഡോക്ടർ, എഞ്ചിനീയർ എന്ന നിലയിലല്ല. എൻ്റെ മാതാവും പിതാവും ഉജ്ജ്വല ഭാവത്തിൽ ഞാൻ അവരുടെ മുന്നിൽ വിനയാന്യതനായൊരു മകൻ, എൻ്റെ ബാല്യം, എൻ്റെ ചെറുപ്പം, എൻ്റെ ശൈശവം, ഈ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെയാണ് മാതാപിതാക്കളെ നോക്കേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ ഇതിന് കൂടുതൽ വിശദീകരിച്ചരുളുകയുണ്ടായി. നീ നിൻ്റെ മാതാപിതാക്കൾ ഗുണം ചെയ്യണം. ഇസ്ലാമിക ഗുണങ്ങളിൽ ഏറ്റവും ഉയർന്ന ഗുണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം. അതിനുശേഷം ഏറ്റവും ഉയർന്ന ഗുണം എന്താണ്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ. ഒരു സഹാബി ജിഹാദിന് പോകാൻ അനുവാദം ചോദിക്കുകയാണ്. പ്രവാചകൻ ചോദിക്കുന്നതിന് മാതാപിതാക്കളുടെ അവസ്ഥ എന്താണ്? പരിതാപകരമാണ്, വലിയ അവർ വാർദ്ധക്യത്തിലാണ്. ഫഫീഹിമ ഫജാഹിദ്, അവരുടെ വിഷയത്തിൽ നിൻ്റെ അധ്വാനങ്ങൾ നീ ചെലവഴിക്കൻ. ഈ ഒരു കാര്യം നമ്മുടെ വർത്തമാനകാലത്തിലെ ഒരു ചർച്ചയുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ചിലർ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ ആ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ വീടും കുടുംബവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത, നിർബന്ധിക്കപ്പെടാത്ത ഒരു അമ്മ ആ കുട്ടി ഇസ്ലാം സ്വീകരിച്ചതുകൊണ്ട് അവളുടെ മേൽ യാതൊരു നിർബന്ധവും ചെലുത്തുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും വീട് വിട്ട്, നാട് വിട്ട് എങ്ങോ പോകുന്ന, സിറിയയിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്കോ എങ്ങോ മറഞ്ഞു പോകുന്ന ഒരവസ്ഥ, അത് വർത്തമാനകാലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാം അങ്ങനെ ആഹ്വാനം ചെയ്യുന്നുണ്ടോ? എന്താണ് അതിൻ്റെ വാസ്തവം? ഇത് വളരെ നമ്മൾ വേദനയോടുകൂടി അനുസ്മരിക്കുകയും ഉണരുകയും ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കൾ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ
ഒരു മകളെ സംബന്ധിച്ചിടത്തോളം മറുത്തൊരു ചിന്ത പോലും പാടില്ലാത്തതാണ്. അവരുടെ കീഴിൽ തന്നെ കഴിയണം, ആ വീട്ടിൽ തന്നെ താമസിക്കണം, അവർ അവിടെ തന്നെ കഴിയണം. ഇസ്ലാം ഒരിക്കലും ഇങ്ങനെ ഒരു അനുകൂല സാഹചര്യമുള്ളപ്പോൾ നാട് വിടാനെന്നല്ല, മറ്റ് വിദേശങ്ങളിലേക്ക് പോകലല്ല, അടുത്ത നാടുകളിലേക്ക് പോലും പോകാൻ ഇസ്ലാം വിലക്കുന്നു. അതുകൊണ്ട് അവർ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ തന്നെ കഴിയണം. അത് വലിയ അനുഗ്രഹമാണ്. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ പ്രവണത പോലും ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ മതം സ്വീകരിച്ചാൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ട്. പണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരാൾ മതം സ്വീകരിക്കുന്നു, അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. സഹാബാക്കളുടെ എമ്പാടും ചരിത്രം, അവരുടെ മാതാപിതാക്കൾ പലരും അമുസ്ലിമീങ്ങളാണ്, അവരുടെ വീട്ടിൽ തന്നെ അവർ താമസിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ തന്നെ കഴിയുന്നു. ഇത് ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ മാറ്റത്തിനും അതുപോലെ മതത്തെ പറ്റിയുള്ള തെറ്റായ ധാരണയുടെയും വെളിച്ചത്തിലാണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത്. ഇവിടെ എനിക്ക് ഇസ്ലാമികമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു ചിലർക്കെങ്കിലും ഇങ്ങനെ ധാരണയുമുണ്ട്, നമ്മൾ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളെ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. ഇസ്ലാമികമായി തീർത്തും തെറ്റാണത്. അവരുമായി വളരെ സ്നേഹത്തിലും സാഹോദര്യത്തിലും, നേരത്തെ പറഞ്ഞതുപോലെ ദീനിൻ്റെ വിഷയത്തിൽ മതപരമായ കാര്യങ്ങളിൽ നമ്മൾ അതിനെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവരുമായി വലിയ സഹവർത്തിത്വവും സ്നേഹവും എല്ലാം, ആ രീതിയിലുള്ളൊരു ജീവിതമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടെ അറിയണം, മാതാപിതാക്കൾ മുസ്ലിമീങ്ങൾ തന്നെയാണ്, പക്ഷെ അവർക്ക് ദീനുമായി ബന്ധമില്ല, അവർ ദീനി ജീവിതത്തെ എതിർക്കുന്നു. അവിടെ നമ്മൾ ഇതേ രീതിയിൽ അവരോട് സ്നേഹത്തിലും നല്ല നിലയിലും കഴിയേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ പുതിയൊരു ഒരു സിദ്ധാന്തം വന്നിരിക്കുന്നു, ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി വേറെ എവിടെ പോകുക, നാട്ടിൽ നിന്നാൽ ശരിയാവുന്ന രീതി. ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. തീർത്തും അന്യായമായ ഈ ധർമ്മത്തെ വളരെ അവഹേളിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന, പ്രത്യേകിച്ച് വിശിഷ്യ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ പുതുരക്തങ്ങൾ നമ്മളവരുടെ വൃത്താന്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന് വികാരത്തിന് വേലിയേറ്റമുണ്ടാവുകയാണ്. അച്ഛനോടും അമ്മയോടും സ്നേഹത്തിൽ കഴിഞ്ഞതിന് പേരിൽ അവർ സാക്ഷ്യം രേഖപ്പെടുത്തുന്ന വലിയ മാറ്റമുണ്ട്. ഇവിടെ പറയപ്പെട്ടു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ ആർക്കെല്ലാമാണ് ബുദ്ധിമുട്ട്. ഈ രീതിയിലുള്ള പ്രത്യേകിച്ച് നമ്മളെ അനുകൂല സാഹചര്യത്തിൽ ഈ കാണിക്കുന്നത് കുറഞ്ഞ പക്ഷം വലിയ അക്രമവും ക്രൂരതയും തന്നെയാണ്. ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു ട്രെൻഡിൻ്റെ കാരണം അത് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇസ്ലാം സ്വീകരിച്ചു, ഞാനിപ്പോൾ 15 വർഷമായി, 20 വർഷമായ ആളുകൾ ഇരിക്കുന്നു, 30 വർഷമായ ആളുകൾ ഇരിക്കുന്നു, കുടുംബത്തോടെ ഇരിക്കുന്നു, നാട്ടിൽ പോകുന്നു, നാട്ടിൽ നിന്ന് എല്ലാവരും വന്ന് ഞങ്ങളുടെ താമസിക്കുന്നു. ഞങ്ങൾ അവരുമായി എത്രത്തോളം എൻജോയ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുന്നു, നൂറ്റാണ്ടുകളായി ജീവിച്ചിരിക്കുന്നു ആ സമൂഹം. ഇവരാരും എങ്ങോട്ടും പോകുന്നില്ല. ഇസ്ലാം സ്വീകരിച്ച ആളുകൾ വർഷങ്ങളായി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മാതാപിതാക്കളുമായി നല്ല രീതിയിൽ സഹവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങോട്ടും പോകണമെന്ന് തോന്നില്ല. എങ്കിൽ പുതുതായിട്ട് വരുന്ന ഈ ആളുകൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അവരിനി എവിടെയെങ്കിലും പഠിക്കാൻ വേണ്ടി പോയതാണ് എങ്കിൽ എന്താണ് ഇവർക്ക് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകുന്നതിനുള്ള തടസ്സം? ഒരാൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയി വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോയതാണെങ്കിൽ എന്തുകൊണ്ട് ഇത് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോകുന്നില്ല? ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം പ്രേക്ഷകരിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. എത്ര വർഷമായി താങ്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട്? ഞാൻ 6 വർഷമായി ഇസ്ലാം സ്വീകരിച്ചിട്ട്. 6 വർഷത്തോളമായി. പിതാവാണല്ലേ? അതെ, പിതാവാണ്. ഓക്കെ. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? പിതാവ് കൂടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചോദിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് വളരെ സ്നേഹത്തോടെയുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്നേഹത്തോടെ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം തിരിച്ച് അവരുടെ മതത്തിലേക്ക് ചെല്ലാൻ അവരെന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്നേഹം കൂടുതലുകൊണ്ടാണ്. എന്താണ് നിങ്ങളുടെ മകനെ കുറിച്ച് പറയാനുള്ളത്? അത് ഏക മകനാണ്. ആണും പെണ്ണുമായിട്ട് ഒരാളേ ഉള്ളൂ. ഞങ്ങൾ കത്തോലിക്ക സമുദായത്തിൽ ആണ്. ഞാനിപ്പോഴും മതം മാറിയിട്ടില്ല. പിന്നെ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരി കന്യാസ്ത്രീയാണ്. പിന്നെ മറ്റു സ്വന്തത്തിൽപ്പെട്ടവരൊക്കെ അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീകളൊക്കെ അടങ്ങിയൊരു ഫാമിലിയാണ്. അപ്പം ആദ്യം എന്നോട് ഇത് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പഠിക്കട്ടെ, ഏത് മതത്തെക്കുറിച്ച് മതം പഠിക്കാൻ പോവുക. മതം പഠിക്കാൻ പോകാമെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ ചില ബുക്കുകളൊക്കെ ഞാൻ കാണും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്നത് തന്നെ നല്ല കാര്യമില്ലെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അറിഞ്ഞു മതം മാറിയെന്ന്. താങ്കൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താ? ഞാൻ ചെറുപ്പം നാൾ തൊട്ടേ അവിടുത്തെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ ശുശ്രൂഷകളും കാര്യങ്ങളിലൊക്കെ അൽത്താൽബാരനായിട്ട് ഒക്കെ പോരുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മരിയൻ ടീമിൽ ഒരു പ്രയർ മീറ്റിങ്ങിൽ വൈദികൻ വായിച്ച ഒരു ബൈബിൾ ഭാഗമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. നമ്മൾ യേശുക്രിസ്തുവിന്, മഹാനായ യേശുക്രിസ്തുവിൻ്റെ അടുത്തൊന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഗുരു അങ്ങ് രണ്ടാമത് വീണ്ടും വരുമല്ലോ,
അപ്പോൾ യേശു അങ്ങ് വരുന്ന സമയം എപ്പോഴാണ്? ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, അങ്ങ് രണ്ടാമത് വരും, ആ വരുന്ന സമയം എപ്പോഴാണ് ഗുരുവിന് ചോദിക്കുന്നത്. അപ്പം യേശുക്രിസ്തു പറഞ്ഞൊരു മറുപടിയാണ്, ആ സമയത്തെക്കുറിച്ച് സ്വർഗത്തിൽ ആർക്കും അറിയില്ല, പിതാവ് ഒഴികെ. അപ്പോൾ പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ, ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ ഭാഗമാണ്, അന്നൊന്നും വരാത്തൊരു ചിന്ത മനസ്സിൽ കടന്നുപോയി. ഞാൻ രാവിലെ ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ യേശു ദൈവമല്ലേ? അതെ. സർവ്വജ്ഞാനിയല്ലേ? അതെ. എന്താ ലിയോ? എൻ്റെ പഴയ പേരാണ് ലിയോ. എന്താ ലിയോ എന്ന് എനിക്ക് ഇപ്പം ഇങ്ങനെ സംശയം. അച്ഛാ, അച്ഛൻ ഇന്നലെ വായിച്ച ബൈബിളിനകത്ത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, യേശുക്രിസ്തു പറയുന്നുണ്ട് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സ്വർഗത്തിൽ പിതാവിന് മാത്രമേ അറിയുള്ളൂ, പുത്രന് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സർവ്വജ്ഞാനിയായ ഒരു ദൈവം ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ യേശു നുണ പറയണം, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. യേശു വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ യേശു ദൈവമാണോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു ദൈവമാകും? അതായിരുന്നു നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഓക്കെ, ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ മകന് നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ആദ്യം എനിക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, കാരണം എൻ്റെ പശ്ചാത്തലം. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ മാത്രമല്ല, എനിക്ക് കുട്ടിയെ ഉപദേശിക്കാൻ പറ്റത്തില്ല. കാരണം അവനിൽ ഞാൻ വേറെ കുറ്റങ്ങളൊന്നും കാണുന്നില്ല. ഒരു കത്തോലിക്കനായ എന്നെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവനേക്കാളും തെറ്റും കുറ്റവും എനിക്കുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മതം മാറി എന്നല്ലാതെ വേറെ കുറ്റം കാണുന്നില്ല. അത് എനിക്കൊരു കുറ്റമായിട്ട് തോന്നില്ല, കാരണം മനുഷ്യൻ നന്നായിട്ട് ജീവിച്ചാൽ പോരെ. എൻ്റെ പേര് മുഹമ്മദ് സമീർ, പഴയ പേര് രഞ്ജിത്ത് എന്നാണ്. ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അത്യാവശ്യം നാട്ടിൽ മദ്യപാനവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നൊരു ആളായിരുന്നു. ഒരു മാറ്റം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാ, റബ്ബ് നമ്മളെ ആ വഴിയിലൂടെ നടത്തി. ആ മാറ്റം അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഇസ്ലാമാണ് ശരി, അങ്ങനെ ഇസ്ലാമിൽ എത്തിപ്പെട്ടു. കൂടുതലായി പഠിച്ചു. അൽഹംദുലില്ലാ, ജീവിതം സുഖമായി പോകുന്നു. മദ്യപാനവും എല്ലാം ഇല്ല. ഇപ്പോൾ മാതാപിതാക്കളും എൻ്റെ ഒപ്പം തന്നെയുണ്ട്. അവരുമായിട്ട് നല്ല രീതിയിൽ വർത്തിക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. മാതാപിതാക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല? ഇല്ല, സ്വീകരിച്ചിട്ടില്ല. എങ്കിലും അവരിപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ്. എൻ്റെ പേര് മുഹമ്മദ് ഹാരിസ് എന്നാണ്. എൻ്റെ പഴയ പേര് രൂപക് പീദാസ് എന്നാണ്. ഞാൻ ഹൈന്ദവ മതത്തിൽ നിന്നാണ് ഇസ്ലാമത്തിലേക്ക് വന്നിരുന്നത്. ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ വന്നത്. ആ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് മറുപടി എനിക്ക് തന്നു. അതുപോലെ ഒരു സ്വാമിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായി. ഫേമസ് സ്വാമിയാണ്. ആരാണ് ദൈവം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ദൈവങ്ങളാണെന്ന് എന്നോട് മറുപടിയാണ് തന്നത്. അങ്ങനെ ഞാൻ ആരാണ് അള്ളാഹു എന്നൊരു ബുക്ക് ഞാൻ വായിക്കാനിടയായി. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. എൻ്റെ മാതാപിതാക്കളായിട്ടും എല്ലാം നല്ല ബന്ധത്തിലാണ്. എൻ്റെ വൈഫ് റിപ്പോർട്ടാണ്. വന്നിട്ട് അവരായിട്ട് ഇന്ന് രാവിലെ വരുമ്പോൾ ഞങ്ങളെ യാത്ര അയച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ബന്ധത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, നല്ല ബന്ധത്തിലാണ് എല്ലാവരും. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ടോ? കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈഫിന്റെ അമ്മയോടായാലും എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റു നിർബന്ധങ്ങളോ തർക്കങ്ങളോ ഒന്നും താല്പര്യം കൊടുത്തിട്ടില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആദിൽ. 2 വർഷമായി ഇസ്ലാം സ്വീകരിച്ച്. എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പ്രചോദനമായത് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്? വളരെയധികം സംതൃപ്തിയാണ്. വളരെ അള്ളാഹുവിനോട് ഞാൻ എത്ര തന്നെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയും. ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ? യാതൊരു നിർബന്ധിച്ചാക്കാം ഒരാളെ മതപരിവർത്തനം നിർബന്ധിച്ച് നടത്താൻ കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ മാതാവിനെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ പണ്ടേ ആക്കിയിട്ടുണ്ടാവും. ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ ചെയ്യിക്കാൻ മതം മാറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മാധവനെയും ആദ്യം തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. അത്ര ആഗ്രഹമുണ്ട്? പിന്നെ തീർച്ചയായിട്ടും എന്തായാലും കത്തിയാളെന്ന് നരകത്തിലേക്കാണ് അവർ പോകുന്നതിൽ കൺഫേമായിട്ട് നമുക്കറിയാം. ഒരാൾ മതത്തെ ഏത് മതത്തിൽപ്പെട്ടവനായാലും അവൻ്റെ മതം യഥാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവന് ബോധ്യമാവും. പഠിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൽനമീൻ എന്നാണ്. നേരത്തെ വിഷ്ണു എന്നായിരുന്നു. ഹിന്ദുമതം എന്ന് പറയാൻ പറ്റില്ല. ഹിന്ദുമതവും ക്രിസ്തുമതവും ഉണ്ട്. നമ്മുടെ അപ്പൂപ്പനൊക്കെ ക്രിസ്ത്യാനിയായിരുന്നു. നമ്മൾ 2 കോവിലും പോവും, പള്ളിയിലും പോവും, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ബൈബിൾ സ്വീകരിക്കുവാനുള്ള കാരണം എന്ത്? ചുരുക്കത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് ഞാൻ കോളേജ് ടൈമിൽ പെന്തക്കോസുമാരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് ചെന്ന്, അപ്പോൾ അത്രയും കാലം എനിക്ക് ബൈബിളിനെ പറ്റി അധികം ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ മതത്തോട് താല്പര്യമില്ലായിരുന്നു. കാരണം വിഗ്രഹ ആരാധനയാണ്. അത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവൻ ഇത്രയും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാധിക്കുന്നു എന്നത് നമുക്കൊരു താല്പര്യമില്ലാത്തൊരു വസ്തുവായിരുന്നു. പക്ഷേ ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്നുള്ള കൺസെപ്റ്റിൽ അദ്ദേഹത്തോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത് പോയത്. പെന്തക്കോസ്തുകാരായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും നമ്മൾ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് നമ്മുടെ ജീവിതം, ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത്, എന്താണ് നമ്മുടെ അവസാനം, വെറുതെ പുഴുവരിച്ച് കളയാനാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബൈബിളിൽ വരുന്നുണ്ട്. അതേസമയം അതിനകത്ത് ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. അതുപോലെ പഴയ നിയമമാണ് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ഫുള്ളും ഏകദൈവ ആരാധനയാണ്, ഏകദൈവ വിശ്വാസമാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ അധികം പവർഫുള്ളായിട്ടുള്ള വേർഡ്സ് ഒന്നുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ പഠിച്ചപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി ഖുർആനിലുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്. കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അവസാനമുണ്ടോ, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നെങ്കിൽ എല്ലാ മതങ്ങളും തെറ്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണ്. ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങിയപ്പോൾ ചെന്നെത്തിയത് ഇസ്ലാം മതത്തിലേക്കാണ്. ഓക്കെ, വ്യക്തമാണ്. എന്താണ് ഒരു പ്രബോധകൻ എന്ന നിലക്ക് സമൂഹത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാൻ? എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരോടാണ്. നമ്മൾ ഈ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ ഇതിൽ മുന്നോട്ട് വരണം. ഈ ദാവപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ അവർ കൂടുതൽ സജീവമാവണം. കാരണം നിങ്ങൾ എങ്ങനെ ഈ ഇസ്ലാമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ചിൽഡ്രൻസ് ഉണ്ടാവുക. കഴിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ മുസ്ലിം സമുദായത്തിൽ ഇതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഇൻ്റർനെറ്റ് മറ്റ് മീഡിയ ഉള്ളതുകൊണ്ട് ആൾക്കാർ സെർച്ച് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ തലമുറ ഇതിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സമുദായത്തിലെ ഈ തെറ്റിദ്ധാരണകൾ മാറുകയും ഈ കാര്യങ്ങൾ കൂടുതലും മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും കഴിയും. പിന്നെ നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമുള്ളൂ. ഈ ഭൂമിയിലെ ജീവിതം ഒരു പ്രാവശ്യമുള്ളൂ. ഈ ജീവിതം നമ്മളെ എങ്ങനെ സംരക്ഷിക്കാം? നമ്മൾ മരണത്തിന് ശേഷം എല്ലാവരും മരിക്കുന്ന എല്ലാവരും ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധൻ എല്ലാവരും ബുദ്ധമതക്കാരെല്ലാവരും വിശ്വസിക്കുന്നതാണ് മരിക്കും എന്നുള്ളത്. പക്ഷെ മരണത്തിന് ശേഷം എന്താണെന്ന് ഓരോ ഇൻഡിവിജ്വലും ചിന്തിക്കണം. ഇന്നൊരു മൊബൈൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ 10 പേരോട് ചോദിക്കും അത് ഏതാ നല്ല ബ്രാൻഡ്, അല്ലെങ്കിൽ 10 ഷോപ്പിൽ പോയിക്കും ഏതാണ് നല്ല പ്രൈസ്. പക്ഷേ ഈ ഒരു മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ ഏതെങ്കിലും മീഡിയ കേട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ആര് ചർച്ച പറയുന്നു, അല്ലെങ്കിൽ പ്രീസ്റ്റ് പറയുന്നു, അതാണ് അവർ എടുത്തേക്കുന്നത്. പക്ഷേ എല്ലാവരും ആ വേദഗ്രന്ഥത്തിനോട് അവർ അടുക്കുന്നില്ല. ആ ഒറിജിനൽ സോഴ്സ്, അതായത് അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വ്യക്തമാണ്. ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ വിശ്വാസം, ഞാൻ രക്ഷപ്പെട്ടു, ഇനി എൻ്റെ വീട്ടുകാർ രക്ഷപ്പെടണം, എൻ്റെ നാട്ടുകാർ രക്ഷപ്പെടണം, അവർക്ക് നന്മയുണ്ടാവണം. ഇതാണ് പ്രബോധനത്തിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത. പക്ഷേ പ്രബോധനം ഇന്ന് തീവ്രവാദമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. എന്താണ് ഇത് സുഗമമാവാനുള്ള ഒരു സൊല്യൂഷൻ? ഇത് സുഗമമാകാനുള്ള ഒരു സൊല്യൂഷൻ എല്ലാവരും ഈ ഒരു ബ്രോഡ് മൈൻഡഡായി ചിന്തിക്കുക എന്നുള്ളതാണ്. സഹിഷ്ണുത, അന്യമതത്തോട് സഹിഷ്ണുത കാണിക്കുക, മറ്റു മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ എത്തോസിൻ്റെ ഭാഗമാണതെല്ലാം. നമ്മുടെ ഈ സമൂഹം നിലനിൽക്കാനായിട്ട് ഒരു രാഷ്ട്രമായ ഒരു അഖണ്ഡതയോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സഹിഷ്ണുത നമ്മൾ എല്ലാവരിലും ഉണ്ടാവണം. ഇവിടെ ഇസ്ലാം സ്വീകരിച്ചവരൊക്കെ IS-ന്റെ വക്താക്കളാണെന്നും അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവരൊക്കെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വ്യക്തികളാണെന്നും ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു പ്രൊപ്പഗണ്ട ഇവിടെ നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ടായി 5730 പേര് ഈ കാലയളവിൽ ഇസ്ലാം മതം സ്വീകരിച്ചു. ആ 5730 ഈ പോയ 4 കമ്പയർ കഴിഞ്ഞാൽ വളരെ നെഗ്ലജിബിൾ ആയിട്ടുള്ള ഒരു സംഖ്യ, നമുക്ക് അവഗണിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ മാത്രമാണ് ഈ 4 പേരെന്നുള്ളത്. അപ്പോൾ അവരെ വെച്ചിട്ട് ഈ ഒരു വലിയ മാസിനെ മുഴുവൻ തീവ്രവാദികളാണ് അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരാണ് എന്ന് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട മാധ്യമങ്ങളോടും ഭരണകൂടത്തോടും ഒക്കെ പറയാനുള്ളൊരു സംഗതി, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്നവർ, ഈ ഗാലറി ഇരിക്കുന്നവരൊക്കെ അതിലുണ്ട്. ഞങ്ങൾ പള്ളിയും വീടുമായി ഒതുങ്ങിക്കൂടുന്നവരല്ല. സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുകയും അങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ദയവായി അത്തരം ആ ഒരു പ്രചരണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. അതായത് ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവർ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഇസ്ലാമിക പ്രബോധനം, അതായത് ഇന്ത്യൻ നിയമം അനുവദിക്കുന്നതാണ് പ്രബോധനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാത്രവുമല്ല, മതപരമായ ഒരു കടമ കൂടിയാണിത്. അപ്പൊ ഇത്തരത്തിൽ ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്നവർ പിറകിലോട്ട് പോവാൻ ഇതൊരു കാരണമല്ലേ യഥാർത്ഥത്തിൽ? അത് ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്നവർ ഇത്തരം ആരോപണങ്ങളെ ഭയന്ന് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ആരോപണം നടത്തുന്ന ആൾക്കാർ വിജയിച്ചു. അവർക്ക് വേണ്ടത് അവർ ആഗ്രഹിക്കുന്നതും അവർ സ്വപ്നം കാണുന്നതും അത്തരത്തിലുള്ളൊരു നടപടിയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രൊപ്പഗണ്ട അഴിച്ചുവിടുന്നതും.
അപ്പോൾ അതിനെ ചേർത്ത് നിന്നുകൊണ്ട് അതിൻ്റെ മാതൃകാപരമായ രീതിയിൽ പ്രബോധനം നടത്തുകയും ആ പ്രബോധനത്തിൽ ഒന്നും ഉണ്ടാകുന്ന ആളുകളുടെ പരിവർത്തനങ്ങൾ ജീവിതത്തിൽ സമൂഹത്തിൽ നമ്മൾ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന് ബോധ്യപ്പെടും. ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാധ്യമങ്ങൾ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെയും ജനങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ മറ്റു വേറെ എന്തോ ഗൂഢചിന്തകളുണ്ട് എന്ന്. പക്ഷേ ഫോർ സം ടൈം, ഫോർ എ മൂമെൻറ്റ്, ദേ മേ ബി ടേക്കൺ ഫോർ എ റൈഡ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് അഫെയർ. ഇറ്റ്സ് ഓൺലി എ ടെമ്പററി aspect, and that will change, that bound to change, and we should strive to change that atmosphere. പുറകിലോട്ട് പോയിട്ടുണ്ടോ പ്രബോധനത്തിൽ നിന്ന് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ? പുറകിലോട്ട് പോകേണ്ട ഒരാവശ്യമില്ല. കാരണം ഇത് നമ്മുടെ നിയമപരമായിട്ട് നമുക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് പറയുന്നത് നമ്മൾ പറയുന്ന വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്, ആർക്കും വെരിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളിതിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ അർഹിക്കപ്പെടുന്നവർക്ക് ഈ അവകാശം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ ഇതിൻ്റെ അകത്ത് പുറകോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, ഇത് നമ്മളിവിടെ ജനിച്ചു വളർന്നവർ. ഞാൻ ഒരു അറബ് രാജ്യത്ത് വന്ന വ്യക്തിയല്ല. ഞാനിവിടെ എൻ്റെ 200 കൊല്ലം മുന്നേ എൻ്റെ ഫാമിലി ഹിസ്റ്ററി പറയുന്നത് അവർ ബ്രാഹ്മണന്മാരായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവർ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. എൻ്റെ രാജ്യം ഇത് എൻ്റെ രാജ്യമാണ്, എൻ്റെ ജനതയാണ്, എൻ്റെ കുടുംബക്കാരാണ്, ഞാൻ എന്നെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ രാജ്യക്കാരോട് എൻ്റെ അവകാശമാണ്, അത് എൻ്റെ അവകാശമാണ്. അവരോട് എനിക്ക് പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അല്ലാതെ നമ്മളെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനും അതൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് അങ്ങനെ പുറപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഇസ്ലാമിനെ എതിർക്കുന്നവർ വലിയൊരു ശതമാനം മാത്രമാണ്, ചെറിയ ശതമാനമാണ്. എല്ലാ ഹിന്ദുക്കളും ഇസ്ലാമിനെ എതിർക്കുന്നില്ല, അല്ലെ എല്ലാ ക്രിസ്ത്യാനികളും ഇസ്ലാമിനെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ ഇസ്ലാമിനെ എതിർത്ത് ഈ മീഡിയൻ്റെ കൂടി ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരും മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നവരും നമ്മളെ മനസ്സിലാക്കുന്നവരും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി റെഡിയാവുന്നവരുമാണ് ഈ അധികം ഹിന്ദുക്കളും. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ദാവ പ്രവർത്തകനാണല്ലോ താങ്കൾ. നിച്ച് ഓഫ് ട്രൂത്തിന്റെ പേരിൽ ഒരുപാട് ദാവ പ്രവർത്തനങ്ങൾ, സ്ട്രീറ്റ് ദാവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുപരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നതിൽ താങ്കൾ ഒരു പ്രധാന പ്രഭാഷകനായി അവിടെ വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പ്രബോധകൻ എന്ന നിലക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, അതായത് തീവ്രവാദത്തിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ ആ തീവ്രവാദ നിലപാടാണ് ഇത് എന്ന് പ്രബോധനം ചെയ്തത് കൊണ്ട് മാത്രം കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. റീസെൻ്റായിട്ട് ചില ആരോപണങ്ങൾ വരുത്തി തീർക്കാൻ ചില ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും എന്നതുപോലെ ഇതും ഏറ്റവും അവസാനം ഇസ്ലാമിന് ലാഭകരമായി തിരികെയുള്ളൂ. അത് ആ പ്രചരണം നടക്കും, ആളുകളെ കൂട്ടും, അതാണ് അവരുടെ വിധി. ആളുകൾ കൂടിക്കഴിയുമ്പോൾ നമ്മൾ സത്യം പറയും, സത്യം ആളുകൾക്ക് മനസ്സിലാവും, അവർ സത്യത്തിൻ്റെ വഴിയിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്, പക്ഷേ നമുക്ക് സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് അവസാനമായി സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? വിശ്വാസം അത് ഏതായാലും ശരി, അത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഏത് മതത്തിനെ പറ്റിയും പഠിക്കാം, ഏത് സ്വീകരിക്കാം, അത് അവന് ഈ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ആരെങ്കിലും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മുസ്ലിമാവുന്നത് വഴി സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അത് കുഴപ്പങ്ങളുണ്ടാവുന്നു എന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, ഇസ്ലാം സ്വീകരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഒരു പ്രശ്നക്കാരല്ല. അവരുടെ വിശ്വാസം അത് സ്വീകരിച്ചു, അവർക്ക് യുക്തമാണെന്ന് തോന്നുന്ന, സത്യമാണെന്ന് തോന്നുന്ന, അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ അവർ സെലക്ട് ചെയ്തു, അതനുസരിച്ച് അവരുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അവർ വീട് വിടാൻ വേണ്ടിയിട്ടല്ല, അവർ സ്വന്തം സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടല്ല, ജോലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ പടച്ചവനോടുള്ള ആരാധന എന്നുള്ള നിലയിൽ അവർ തിരഞ്ഞെടുത്ത ആ വിശ്വാസം അവർക്ക് വേണം. അപ്പോൾ അതിന് പൊതുസമൂഹവും മറ്റു കുടുംബങ്ങളും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മക്കളുടെ വിശ്വാസത്തിൽ അവരെന്താണോ തിരഞ്ഞത് അതനുസരിച്ച് അതിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അവരെ അതിനുവേണ്ടി നിർബന്ധിച്ച് അവരെ ഉപദ്രവിക്കാനോ തടവിലിടാനോ വധിക്കാനോ മറ്റെന്തെങ്കിലും ഇറങ്ങിപ്പോടും മാതാപിതാക്കൾ പൊതുവിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അത് അധികവും വരുന്നത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചില സങ്കുചിത ചിന്താഗതിക്കാരുടെ മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസിൽ അവരതിന് വഴങ്ങേണ്ടി വരുന്നതാണ്.
അപ്പം അങ്ങനെ അവർ വഴങ്ങാൻ പാടില്ല, സ്വതന്ത്രമാക്കി വിട്ടേക്ക്, അവർ എന്താണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ. ഇനി ഏതൊരു പാരൻറ്റിനും ഒരു മാതാപിതാക്കൾക്കും താല്പര്യമുണ്ടാവും, ആഗ്രഹമുണ്ടാകും തൻ്റെ മക്കളും തൻ്റെ വിശ്വാസത്തിൽ തന്നെ വളരണം, ജീവിക്കണമെന്നുള്ളത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്കത് പ്രബോധനം ചെയ്യാം മക്കളോട്, അവർക്കത് നല്ല നിലയിൽ ഉപദേശിക്കാം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. അല്ലാതെ ഒരു നിർബന്ധത്തിൻ്റെ, ഒരു അക്രമത്തിൻ്റെ, ഒരു ഉപദ്രവത്തിൻ്റെ മാർഗം അവർ സ്വീകരിക്കരുത്. അത് സ്വീകരിക്കുന്ന സമയത്താണ് പിന്നെ അത് ഇങ്ങനെയൊരു ഒരു ബുദ്ധിമുട്ടായിട്ടും ഒരു നിയമപരിരക്ഷയ്ക്ക് വേണ്ടി ഈ വിശ്വാസികൾ, വിശ്വാസം മാറ്റുന്ന ആളുകൾ, സ്വീകരിക്കുന്ന ആളുകൾ അവർ കോടതിയെ സമീപിക്കേണ്ടി വരുന്നതും പോലീസിനെ സമീപിക്കേണ്ടി വരുന്നതും നിയമപരമായ വഴികളിലേക്ക് അവർ പോകേണ്ടി വരുന്നതൊക്കെ ഉള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കണം, പ്രത്യേകിച്ച് പാരൻസ്, അതുപോലെ പൊതുസമൂഹം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ നിങ്ങൾ കണ്ട ചിലർ അവർ ഇസ്ലാം മതത്തിലേക്ക് വന്നവരാണ്. അവർ പറയുന്നു, ഞങ്ങൾ മതമേ മാറിയിട്ടുള്ളൂ, രാജ്യം മാറിയിട്ടില്ല, ബന്ധങ്ങളും മറന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയാണ്, സമൂഹത്തിന് വേണ്ടിയാണ്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു കൂട്ടം ആളുകളെ മീഡിയകളിൽ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ മറ്റൊരു രീതിയിൽ, മറ്റൊരു സമൂഹമായി, അകറ്റി നിർത്തേണ്ട സമൂഹമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ അത്തരമൊരവസ്ഥ സംജാതമാവാൻ നാം ഒരാളും തന്നെ അനുവദിക്കരുത് എന്ന് ഉണർത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.